കേൾക്കുക എന്ന് പറയുന്നത്, സന്തോഷം അനുഭവിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള റിസീവർ ഓണായി എന്നതിൻ്റെ ലക്ഷണമാണ്. സന്തോഷകരമായ കാര്യം കേൾക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ അത് സ്വീകരിക്കുവാനുള്ള നമ്മുടെ കഴിവ്, അല്ലെങ്കിൽ അത് നമ്മുടെ ഉള്ളിലുള്ള അതിന് റിസീവർ കേടാണ് എന്ന് അതിനർത്ഥം. ഇപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. സന്തോഷം കേൾക്കാം, നമുക്ക് ശുഭകരമായ വാർത്തകൾ കേൾക്കാം. ഹാപ്പി പാർക്കിന്റെ മണി മൈൻഡ് സെറ്റ് 20ാമത്തെ ബാച്ചിൽ പങ്കെടുത്ത ഒത്തിരി ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട്. എന്താണ് ലോകത്തിന് നിങ്ങൾക്ക് നൽകുവാനുള്ള സന്ദേശം? കാരണം ഒരുപക്ഷെ നമ്മുടെ ഒരു വാക്കായിരിക്കാം ഈ ഇരിക്കുന്ന ആൾക്കാരുടെ ജീവിതം തന്നെ മാറ്റുന്നത്. എത്രയോ ആൾക്കാർ പറയാറുണ്ട്, സാർ ഇന്ന ആളുടെ വാക്ക് കേട്ടപ്പോഴാണ് എനിക്ക് ഇതൊക്കെ ഒന്ന് അനുഭവിക്കണമെന്ന് തോന്നിയത്, അതിനുശേഷം എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. പക്ഷെ ആ പറഞ്ഞ ആ ആൾക്കൊരു പക്ഷേ അത് ഓർമ്മ കാണില്ല, എൻ്റെ വാക്കുകൊണ്ടാണ് ഇയാൾ ശരിയായത് എന്ന്. പക്ഷെ ഓർമ്മ ഉണ്ടായാലും ശരി, ഇല്ലെങ്കിലും ശരി, ഒരു കുടുംബം രക്ഷപ്പെട്ടാൽ അതിൻ്റെതായിട്ട് മഹത്വം ഉറപ്പായിട്ട് നമുക്ക് ലഭിക്കും, സംശയമൊന്നുമില്ല. അതുകൊണ്ട് ആരാണ് ആദ്യം സംസാരിക്കുന്നത്? ആദ്യം സംസാരിക്കുന്ന ആരാണ്? മണി മൈൻഡ് സെറ്റിൽ പങ്കെടുത്തു, എന്തുവാ നിങ്ങളുടെ അനുഭവം? അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ലഭിച്ചു? സംസാരിക്കാം. ആദ്യം ആര് സംസാരിക്കും? മൈക്കോൺ ആക്കിക്കോളൂ. സൈനബാണോ? സൈനബ ഷാജിയാണോ? മൈക്കോൺ ആക്കി സംസാരിച്ചു. മൈക്ക് ഓൺ ആക്കണം, എങ്കിലേ സംസാരം കേൾക്കും. ഹലോ, പറയൂ. ഞാൻ ഷീബ. എന്തുവാണ്? ഞാൻ ഇതിലോട്ട് വരാൻ പോയപ്പോൾ ഓർത്തു, ഞാൻ കയറിയിട്ട് എന്താ കാര്യം, എൻ്റെ ഭർത്താവോ മക്കളൊക്കെ കയറിയിട്ടല്ലേ കാര്യമുള്ളൂ. പക്ഷെ ഇത് കയറിയപ്പോഴാണ് എനിക്ക് മനസ്സിന് നല്ല റിലാക്സ് ആയത്. എന്നുവെച്ചാൽ നമസ്കാരത്തിൽ പോലും നമുക്ക് ശ്രദ്ധ കിട്ടുന്നുണ്ട്. പിന്നെ മനസ്സിനകത്ത് ഒന്നും വേറെ വരത്തില്ല. നമുക്ക് ഒരു കാര്യത്തിന് രക്ഷപ്പെടണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ എന്തെങ്കിലും കേട്ടിട്ട് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്തില്ലെങ്കിൽ പിന്നെ നമ്മൾ പ്രവൃത്തിയിലും വരുത്തണം. അത് മറ്റുള്ളവർക്ക് പ്രൊമോഷൻ ചെയ്യുകയും വേണം. എന്നാലേ നമുക്കത് പ്രവൃത്തി നല്ലതായിട്ട് വരത്തുള്ളൂ. മൈൻഡ് നല്ല ക്ലിയർ ആയി വന്നിട്ടുണ്ട്. ഞാൻ ഓർത്ത് ഇതിൽ കയറിയിട്ട് എന്താ ഇപ്പം എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്ന്. പക്ഷെ നമുക്കെല്ലാം ചെയ്യാൻ പറ്റും. ഒന്നിനും പിന്തിരിഞ്ഞു പോകാൻ തോന്നുന്നില്ല. ഒരു കാര്യം ചെയ്താൽ അത് ചെയ്ത് തീർക്കണം എന്നുള്ള ഒറ്റ മനസ്സ് വന്നിട്ടുണ്ട്. ഇപ്പൊ എന്നെ ഇപ്പൊ കണ്ടന്റുകളൊക്കെ ഹസ്ബൻഡ് സാധാരണ വിളിക്കുന്ന എന്നെ കോടീശ്വരി കോടീശ്വരി എന്നപ്പോൾ വിളിക്കുന്നത്. ആദ്യം ഹസ്ബൻഡ് കേൾക്കുന്നത് പോലും താല്പര്യമില്ലായിരുന്നു. ഇപ്പൊ എന്നെ തമാശയിലാലും വിളിക്കും കോടീശ്വരി എന്ന്. അതിലെ കണ്ടന്റുകളൊക്കെ ഷീബ, അതിലെ കണ്ടന്റുകളൊക്കെ സാധാരണക്കാരന്റെ മനുഷ്യന്റെ ഉള്ളിൽ പ്രകാശം പരത്താനും അവന്റെ ചിന്താഗതിയെ മാറ്റി സ്ഥാപിക്കുവാനും ഒരു അതിശക്തമായ ഒരു ഊർജത്തിലോട്ടും ഓരോ മനുഷ്യനും പോകുവാൻ സഹായിക്കുമോ ഇല്ലയോ? പിന്നെ നല്ലതുപോലെ സഹായിക്കും. എല്ലാവർക്കും പറ്റും. നമുക്ക് പറ്റൂല എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സ് നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് എന്നെ ബ്രദർ ആദ്യം വിളിച്ചത്. അന്നേരം ഞാൻ പറഞ്ഞു ഞാൻ കയറിയിട്ട് എന്താ കാര്യം എന്നാണ് ഓർത്തത്. പക്ഷേ ഇത് കയറിയപ്പോൾ പിന്നെ ഷാനിമാടും എന്നെ പ്രോത്സാഹിപ്പിച്ചു. ഞാൻ ഏത് കയറണം, EFT കയറണോ മണി മൈൻഡ് സെറ്റിൽ കയറണോ എന്നുള്ള സംശയമായിരുന്നു. പക്ഷേ മണി മൈൻഡ് സെറ്റിൽ കയറിയപ്പോൾ നല്ല അതിൻ്റെ അടിസ്ഥാനം എല്ലാം മനസ്സിലാവും. എനിക്കത് വീണ്ടും 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 കേൾക്കാൻ താല്പര്യമാണ്. മണിമണി സെറ്റ് കയറിയതിനു ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രഷറിൽ കയറാം. മണിമണി സെറ്റോ ഏതെങ്കിലും ഒരു കോഴ്സ് ചേർന്നതിന് ശേഷം മാത്രമേ ട്രഷറിൽ നമുക്ക് വരാൻ പറ്റൂ. ഓക്കെ, ശരി, സന്തോഷം. ഇനി ആരാണ് അടുത്ത് സംസാരിക്കുന്ന? ആരാണ്? മൈക്ക് ഓൺ ആക്കി സംസാരിക്കണം. നെക്സ്റ്റ് ആരായിരുന്നു? യെസ്, കറക്റ്റാണ്. ഇനി അടുത്ത ആരാണ് സംസാരിക്കുന്നത്? കം ടു ദി മൈക്ക് പോയിന്റ്. എന്താണ് മണി മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന അമൂല്യമായ കോഴ്സിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ചത്? ഒത്തിരി ആൾക്കാർ ആ ഗ്രൂപ്പിലൊക്കെ നിറഞ്ഞു സംസാരിക്കാറുണ്ട്. അപ്പോ ഈ ആളുകൾക്ക് ഇതിൻ്റെ ഒരു സന്ദേശം എത്തിച്ചു കൊടുക്കുക. അതുകൊണ്ട് നിങ്ങളുടെ ഒരു വാക്കായിരിക്കാം ഒരാളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നത്. എന്താണ് മണി മൈൻഡ് സെറ്റ്? ഇപ്പൊ ഇന്നലെയൊക്കെ പ്രത്യേകിച്ചും ലൈവ് സെഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. വാട്ട് യു ഹാവ് ടു സേ? ആരാണ് ഇനി അടുത്തത് വരുന്നത്? ഹലോ സാറേ.
ഉം. ആ, ഞാൻ മാളേന്നാണ്. പക്ഷെ ഞാൻ ഇന്നാള് വിളിച്ചപ്പോ സാറിനോട് കുറെ കാര്യങ്ങൾ പറയും. മണി മൈൻഡ് സെറ്റ് ഭയങ്കര ഒരു എനർജിയാണ് സാറേ. നമുക്ക് പണ്ടത്തെ ഒരു ചിന്തയില്ല, ഇപ്പൊ ഒന്നിനും പേടിയില്ല. എന്തെങ്കിലും ഭയങ്കര പേടിയും ഭയങ്കര നിങ്ങൾ ഹെഡ്ഫോൺ ഇതായിട്ട്. വെച്ചിട്ടാണോ സംസാരിക്കുന്നത്? ഹെഡ്ഫോൺ ഉണ്ടോ? അല്ല അല്ല, ഇല്ല ഇല്ല. ആ, സംസാരിക്കും. കേൾക്കണില്ല, കേൾക്കണില്ല സാറേ. കേൾക്കാം, കേൾക്കാം. ഇപ്പൊ ഈ മണി മൈൻഡ് സെറ്റ് എല്ലാവരും ചേരണം. നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോഴാണ് എന്താന്ന് മനസ്സിലാക്കണേ. ആദ്യമൊന്നും നമുക്ക് ഇങ്ങനത്തെ ഒരു ചിന്തയെ നമ്മുടെ മനസ്സില്ല. മറ്റുള്ളവരോടുള്ള അല്ലെങ്കിൽ ആരെങ്കിലും പറയുമ്പോൾ ഭയങ്കര പേടി അല്ലെങ്കിൽ ഒരു ടെൻഷൻ. ഇപ്പൊ അതൊന്നുമില്ല. വീട്ടില് സമാധാനം. നമുക്കിപ്പൊ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നടക്കണ്ട്. അങ്ങനെയൊക്കെ ഭയങ്കര സന്തോഷം സാറേ. സാർ പറഞ്ഞേ തീരാൻ പറ്റില്ല. ഈ മൈൻഡ് സെറ്റ് എല്ലാവരും ചേരണം. എന്നാലും ഞാൻ കുറെ പേർക്ക് ലിങ്ക് കയറ്റിയിട്ടുണ്ട്. അവരൊക്കെ കയറിയിട്ടുണ്ട് ഇതില്. ഇപ്പോഴാണ് ജീവിതം എന്താന്ന് തിരിച്ചറിഞ്ഞു തുടങ്ങിയത്. ഇത്ര നാളും എന്തെന്നാ പറയാ, ഭയങ്കര ഭയത്തിലും ജീവിക്കണമെന്നുള്ളൊരു, സത്യം പറ ജീവിതം കൈവിട്ടു പോയ ഒരു നിലയിലാണ് ഞാൻ ഇതിൽ കയറിയത്. ആകെ നമുക്ക് പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിരുന്നു. ബാധ്യതകളും കടബാധ്യതകളും മോളെ കല്യാണം കഴിച്ചതിലും ഇങ്ങനെ ഞാനിപ്പോ ഒരു വീട്ടില് ജോലിക്ക് നിൽക്കണം. എന്നാലും മനസ്സിന് ഭയങ്കര സമാധാനം സാറേ. ഒന്നും പറയാൻ പറ്റില്ല. അത്രയ്ക്കും സാറില്ലായിരുന്നെങ്കിൽ ജീവിക്കില്ല. അത്രയ്ക്കും ഒരു ആ സമയത്താണ് ഒരു പിടിവള്ളിയായിട്ട് യൂട്യൂബ് കൂടി എനിക്ക് നേരിട്ട് കിട്ടിയത്. ആരും അയച്ചു തന്നതൊന്നല്ല. എന്റെ പ്രപഞ്ചം എനിക്ക് കൊണ്ടു തന്നതാ സാറിനെ. ഞാനിങ്ങനെ ഓരോ ക്ലാസ്സുകൾ കേട്ട് കേട്ട് ലാസ്റ്റ് സാറിന്റെ ക്ലാസ് കേട്ട് അവിടെ നിന്ന് ഇപ്പൊ ഇതില്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരു ഇതായി. ഓരോ വാക്കും ഭയങ്കര എങ്ങനെ ജീവിക്കണം എന്നുള്ളൊരു ഇതായി തുടങ്ങി. സാറാണ് അതിന്റെ ഏറ്റവും വലിയ ദൈവം എന്ന് പറയാം. ഈ ക്ലാസ് എല്ലാവരും അറ്റൻഡ് ചെയ്യണം. എത്ര പൈസ ഇല്ലെങ്കിലും ഞാൻ കടം മേടിച്ചിട്ടാണ് ഇതിൽ കയറി. എന്നാലും എനിക്ക് സന്തോഷമാണ്. ഇതിൽ കയറില്ലായിരുന്നെങ്കിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായാണ്. ഇന്ന് ഈ ഭൂമി പുറത്ത് ഞാൻ ജീവിക്കില്ലായിരുന്നു. അതേപോലത്തെ സിറ്റുവേഷനിൽ ഞാൻ കടന്നു പോയായിരുന്നു. അത് ഒരു വെള്ളിയായിട്ട് സാറ് വന്ന് ഒരുപാട് നന്ദി സാറേ. ഇനി ഇനി ജീവിത അവസാനം വരെ സാറിന്റെ കൂടെ ഉണ്ട്. ട്രഷറിൽ ചേരണം. അതിനെ ഒരു വലിയ വിശ്വാസത്തോടു കൂടി നടക്കണേ. താങ്ക് യു സാർ. താങ്ക് യു. എല്ലാവർക്കും നന്മ ഉണ്ടായിട്ട്, ശാന്തി ഉണ്ടായിട്ട്, സമാധാനം ഉണ്ടായിട്ട് എല്ലാവരും ഇതിൽ ചേരണം. എത്ര വലിയ കാര്യങ്ങൾ വന്നാലും ഈ ക്ലാസ്സിൽ കയറി എല്ലാം മാറും എന്നുള്ളൊരു വിശ്വാസം വന്നു. പൈസ കൊടുക്കാനുള്ളവർക്ക് അതിപ്പോ ഇല്ലാന്ന് പറഞ്ഞാലും അതിനൊരു സമാധാനം. പണ്ട് ആരെങ്കിലൊക്കെ വിളിക്കുമ്പോഴേക്കും പേടിയാ, ഫോൺ എടുക്കാൻ തന്നെ പേടിയായിരുന്നു. ഇപ്പൊ അങ്ങനെ ഒരു പേടിയേ ഇല്ല. എല്ലാം നടക്കും എന്നുള്ളൊരു വിശ്വാസം വന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സാറേ. ഒരുപാട് സാറിനോട് നന്ദി പറയാൻ അത് ഒന്നും പറ്റണില്ല. താങ്ക് യു സാറേ. സന്തോഷം. നിങ്ങളൊരു 2000 റുപ്പീസ് മുടക്കിയിട്ടാണ് ഈ ഒരു കോഴ്സ് ചെയ്തത്. നിങ്ങൾ അതൊന്നും മുടക്കിയതും അല്ല സാറേ. ജീവിതം എന്താന്ന് ഇതില് വന്നപ്പോഴാണ് നമ്മൾ മാറിയത്. നമുക്ക് 2000 രൂപ ഒന്നുമല്ല. നമ്മൾക്ക് കുറെ തിരിച്ചറിവ് നമ്മുടെ ഉള്ളിൽ കിടന്ന ഓറ മനസ്സിലാക്കിയത് ഇപ്പോഴാണ്. ഇതിക്ക് മുന്നേ നമ്മൾ മറ്റുള്ളവരങ്ങ് പറയുമ്പോ അവരോട് ഈ ഒരു വക ഉള്ളിലൊരു കുറ്റബോധമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് എങ്ങനെ മനുഷ്യരോട് എങ്ങനെ പെരുമാറണം, ഏത് വലിയ ആൾക്കാര് ചെറിയ ആൾക്കാര് എന്നുള്ളൊരു ധാരണയായിരുന്നു നമുക്ക്. ഇപ്പൊ അതൊന്നുമില്ല. എല്ലാവരും സാധാരണക്കാരനെന്നുള്ളൊരു ഇത് മനസ്സിന് വന്നത് ഇപ്പോഴാണ്. അതിക്ക് മുന്നേ പണക്കാരെ കണ്ടാൽ ഭയങ്കര ഒരു ഭയമായിരുന്നു. ഇപ്പൊ നമുക്ക് അതേ ഇല്ല. താങ്ക് യു സാർ. ജീവിതം എന്താന്ന് ഇപ്പോഴാണ് അറിയുന്നത്. ഗുഡ്. താങ്ക് യു. എല്ലാവരുടെയും വൈബ് ഒന്നാവണം. നമ്മളെ വൈബ് ഉന്നതമായ അവസ്ഥകളോട് വരുമ്പം നമ്മളും ഉന്നതരായിട്ട് മാറും. ഉന്നതരായ വൈബിൽ ഇരിക്കുന്ന ആൾക്കാരെ നോക്കിയിട്ട് അസൂയപ്പെടുകയോ കൊഞ്ഞലം കുത്തുകയോ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു അന്ധകാര വൈബിൽ തന്നെ നിൽക്കും. അപ്പോൾ പിന്നെ നമുക്ക് ദുരന്തങ്ങളുടെ ഒരു പറുദീസ്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു മഹാസമ്മേളനം നമ്മുടെ ലൈഫിലോട്ട് വരും. അതിനൊക്കെ നമ്മൾ വീണ്ടും ഈ പണക്കാരെയും നാട്ടുകാരെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മാറാതെ നമ്മൾ കാണുന്ന കാഴ്ച മാറുന്ന പ്രശ്നമില്ല. അതിനാണ് ഇങ്ങനെയുള്ള പ്രകാശം നിറക്കുന്ന മണി മൈൻഡ് സെറ്റൊക്കെ ചെറിയൊരു കോഴ്സാണ്. EFT എന്ന് പറയുന്നത് അതിന് കമ്പയർ ചെയ്യുമ്പോൾ വലിയതാണ്.
ട്രഷർ എന്ന് പറയുന്നത് ഇതെല്ലാത്തിനെയും കവർ ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഈ രൂപത്തിലുള്ള തിരിച്ചറിവ് കിട്ടിയതിന് ശേഷമേ ഒരാൾ ട്രഷറിൽ വന്നിട്ട് കാര്യമുള്ളൂ. ആദ്യം തന്നെ എത്രയോ ആൾക്കാർ ചോദിക്കും, സാറേ ഇനി വേറെ കോഴ്സ് ചെയ്യാൻ സമയമില്ല, ഈ ബാച്ചിൽ തന്നെ ചേരണം, ട്രഷറിൽ ജോയിൻ ചെയ്യട്ടെ ചോദിക്കുമ്പോൾ നമ്മൾ അവർക്ക് അനുവാദം കൊടുക്കാത്തത് അവർക്ക് ഈ രൂപത്തിലുള്ള ഒരു തുറവി ആദ്യം കിട്ടണം. അല്ലെങ്കിൽ ട്രഷർ കൊണ്ട് പ്രത്യേകിച്ച് അവർക്ക് അത് മനസ്സിലാവില്ല, അതിലോട്ട് പോയിട്ട് കാര്യമില്ല. മനസ്സിലായില്ല? അതുകൊണ്ട് ഏതെങ്കിലും സഹോദരന്മാർ അങ്ങനെ ഉണ്ടെങ്കിൽ അവരൊക്കെ ആദ്യം ഈ മണി മൈൻഡ് സെറ്റ് ഒന്ന് അനുഭവിക്കുക, ട്രഷറും അനുഭവിക്കുക. ഉറപ്പായിട്ടും 100% ജീവിതമാർ. ഏതെങ്കിലും അത്ഭുതങ്ങളോ ഏതെങ്കിലും മായാജാലങ്ങളോ ഒന്നുമല്ല ഇതിലുള്ളത്. പച്ചയായ ശാസ്ത്രവും സത്യവുമാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ജീവിതത്തിൽ സർവ്വ പുരോഗതിക്കും ആവശ്യമായ കണ്ടുപിടുത്തങ്ങൾ ഈ ലോകത്ത് കണ്ടുപിടിച്ചതുപോലെ തന്നെ മനുഷ്യന്റെ ജീവിതത്തിൽ അനായാസം നമ്മുടെ മനസ്സിനെ മുഴുവനും സുഖകരമായ അവസ്ഥയിലോട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തിയറികളും ഇവിടെ ഓൾറെഡി അവൈലബിൾ ആണ്. നമുക്കത് അറിയില്ല എന്നതുകൊണ്ട് അത് തെറ്റാണെന്നോ അതിവിടെ ഇല്ലാന്നോ ഒന്നും അല്ലാത്ത നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ചുറ്റുപാടുന്ന് കിട്ടുന്നത് എല്ലാം പെറുക്കിയെടുത്ത് നമ്മുടെ മനസ്സാവുന്ന വീടിനെ ഉണ്ടാക്കിയിട്ട് ഒരു നരകത്തിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കും. എന്നാൽ അവരോട് പറയാണ്, നിങ്ങൾ ഇങ്ങനെ ഒരു മണി മത്സരത്തിലും ജോയിൻ ചെയ്യും. ഇല്ല സാർ, അത് ഞങ്ങൾ ഈ സൗജന്യ ഇതിൽ മാത്രം ഇങ്ങനെ ജോയിൻ ചെയ്തോളാം. ഈ സൗജന്യത്തിൽ ജോയിൻ ചെയ്യേണ്ട എന്നല്ല, ഇത് നിങ്ങൾ വന്നത്, നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു, ഏറ്റവും നല്ലത്. ഇതെങ്കിലും വന്നത് ചെറിയ കാര്യമല്ല. ഇത് തന്നെ നിങ്ങൾ ഈ ഇത്രയും ആളുകൾ 100-500 ആളുകൾ ചെറിയ കാര്യമല്ല, വളരെ സന്തോഷകരമായ കാര്യങ്ങൾ. അവിടുന്ന് ഒന്നും കൂടി മുന്നോട്ട് വെക്കുക. അങ്ങനെ മുന്നോട്ട് പോകണം. ഒരു സ്ഥലത്ത് നിൽക്കരുത്. ഇനി ആരാണ് അടുത്തതായിട്ട് സംസാരിക്കേണ്ടത്? മണി മൈൻഡ് സെറ്റിൽ പങ്കെടുത്ത നെക്സ്റ്റ് ആളാരാണ് സംസാരിക്കാനുള്ളത്? സാർ ഗുഡ് മോർണിംഗ് സാർ, ഞാൻ വടകരയിൽ നിന്നാണ്. പേരെന്തായിരുന്നു? വാസന്തിയാണ് സാർ. വാസന്തി, സംസാരിക്കൂ. സാറേ, ഈ മണി മൈൻഡ് സെറ്റിൽ വന്നപ്പോ തൊട്ട് ഞാൻ വളരെ സന്തോഷകരമായിട്ടാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. കാരണം ഒരുപാട് ടെൻഷനും കാര്യങ്ങളും എല്ലാം ഉള്ളിൽ നിറച്ചുകൊണ്ടായിരുന്നു ഞാൻ മുന്നോട്ട് ജീവിച്ചു പോകുന്നത്. കുറച്ച് പണവും കാര്യങ്ങളും പുറത്തു പോയതിന്റെ ആ ഭാഗമായിട്ട് ഞാൻ ഒരുപാട് സങ്കടത്തിലായിരുന്നു. എല്ലാരെ കാണുമ്പോഴും ദേഷ്യവും വെറുപ്പും പകയും എന്തൊക്കെയോ ആയിരുന്നു എൻ്റെ മനസ്സിൽ. അമ്മേൻ്റെ അടുത്ത് പോലും ഞാൻ ഒരുപാട് എനിക്ക് ദേഷ്യം തോന്നും, ഒന്നുമില്ല, പക്ഷെ എന്താണോ എൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഒരു വിഷമങ്ങളായിരുന്നു. ഇപ്പം ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തതിന് ശേഷം എൻ്റെ മനസ്സ് വളരെ ശാന്തമായി. അതേപോലെ എനിക്കെല്ലാം നേടിയെടുക്കാൻ സാധിക്കും, ഈ പോയതെല്ലാം എനിക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്നുള്ളൊരു തിരിച്ചറിവ് ഈ സാറിലൂടെ എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. എന്തായാലും നമുക്ക് പോയതൊന്നും ഒന്നുമല്ല, ഒരു രീതിയിലല്ലെങ്കിൽ വേറൊരു രീതിയിൽ നമുക്ക് തിരിച്ചു തരുമെന്ന് എനിക്ക് പൂർണ്ണമായ ബോധ്യം വന്നു. എന്തായാലും ഇതൊന്നും ഈ ചെറിയ ഒരു പൈസയൊന്നും ഇതൊന്നും അല്ല സാറേ. ഈ 2000 രൂപ എന്ന് പറയുന്നത് നമ്മൾ ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഒരു സെക്ഷനിൽ നമ്മൾ കൊടുക്കണം 2000. അങ്ങനത്തെ ഇത് 10 ക്ലാസ് ആണ് ഇന്നേക്ക് കഴിയുന്നത്. പക്ഷേ ഓരോ ദിവസവും ഓരോ ക്ലാസ് വ്യത്യസ്തമായിട്ട് നമ്മളെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ട് നമ്മളെ ചിന്തിപ്പിച്ചും നമ്മുടെ ചിന്താഗതി മാറ്റി മറിക്കുന്ന ഒരു രീതിയിലുള്ള ക്ലാസ്സാണ്. ഇതിന്റെ എഫേർട്ട് എടുക്കുന്ന ഈ കരീം സാറിനും ഇതിനെ പോലെ ഓഫീസ് സ്റ്റാഫിനും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം ഈ ക്ലാസ് കഴിഞ്ഞ് നമ്മൾ ഒരു പക്ഷെ രാവിലെ 7 മണിക്ക് കഴിഞ്ഞ് അടി വിടും. പക്ഷെ അങ്ങനെയല്ല, ഇത് ഫോളോ ചെയ്തുകൊണ്ട് ഈ സാറിന്റെ ഈ ഓഫീസിലുള്ള ഈ സ്റ്റാഫ് വീണ്ടും വിളിച്ച് അത് ചെയ്തോ, ഇത് ചെയ്തോ, ആക്ടിവിറ്റി ചെയ്തോ, എഴുതി വെച്ചോ, ഇത് ഫോളോ അപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് കൂടുതൽ നമുക്ക് ഇതിനെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. എത്ര എന്ന് പറഞ്ഞാലും എന്തായാലും നമ്മൾ മാറ്റി മറിയും നമ്മുടെ ജീവിതം എന്നുള്ള ഒരു കോടീശ്വരനാണ്. ഇപ്പൊ എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു കോടീശ്വരിയാവും എന്ന് മാത്രമാണ്. ഇപ്പൊ എല്ലാവരോടും എനിക്കുള്ള വെറുപ്പും ദേഷ്യമൊക്കെ മാറി. എൻ്റെ മോള് ഒരു സൈക്കോളജിസ്റ്റായി. അപ്പൊ മോൾ എപ്പോഴും പറയും എന്നോട്, അമ്മ എന്തായാലും ഈ ക്ലാസ് ഈ പ്രോഗ്രാം കേൾക്കണം, എന്തായാലും ഞങ്ങളൊക്കെ അമ്മയ്ക്ക് പറഞ്ഞു തന്നാലൊന്നും മനസ്സിലാവില്ല. ഈ ഒരു സാറിന്റെ ഒരു ക്ലാസ്സേ അവള് എൻ്റെ അടുത്ത് വന്ന് കേട്ടിട്ടുള്ളൂ. അപ്പൊ രാവിലെ വൈകുന്നേരം എന്നെ വിളിക്കും, അമ്മ കേൾക്കുന്നുണ്ടോ, ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടോ, എഴുതി വെക്കുന്നുണ്ടോ? അമ്മ ഇതൊന്നും അല്ല, ഭൂമിന്റെ മേലെ ഇങ്ങനത്തെ
ദൈവം ജനിപ്പിച്ചത് നമ്മളെപ്പോലെയുള്ള ആൾക്കാരെ മാറ്റിമറിക്കാനാണ്. ഇതൊക്കെ ഒരു ദൈവം തന്ന ഒരു സൃഷ്ടാവ് എന്ന് പറയുന്ന തന്നെ ഭൂമിയിലേക്ക് ഇറങ്ങി തിരിച്ച വ്യക്തികളാണ്. അമ്മ അതൊന്ന് യൂസ് ചെയ്യും. അമ്മ അതെന്തായാലും അമ്മേന്റെ ജീവിതം മാറ്റിമറിക്കും. അമ്മ ഒരു കോടീശ്വരി ആയിട്ട് എനിക്കൊരു ഹോസ്പിറ്റലിൽ പണിയണം, എങ്കിലേ നമുക്കൊരു സാധാരണക്കാർക്ക് എല്ലാവർക്കും നമുക്ക് കുറച്ച് ദിവസം ഒരു ഫീസ് വാങ്ങുക, പിന്നെ നമ്മൾ ഫ്രീ ആയിട്ട് അവരെ നോക്കുക. ഇതാണ് ഇവളെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാകുന്നത്. എന്നും വലിയത് ചിന്തിക്കുക, എങ്കിലേ നമുക്ക് കുറച്ചെങ്കിലും കിട്ടൂ. അതുകൊണ്ട് അമ്മ എന്തായാലും ഇതിൽ അറ്റൻഡ് ചെയ്യുക, അമ്മേന്റെ മനസ്സ് മാറുക. അതാണ് എൻ്റെ സന്തോഷം. അമ്മ പോയതൊന്നും ഇങ്ങനെ അത് പോയല്ലോ പോയല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. സാറ് പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ, അത് വളരെ വ്യക്തമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് എഴുതി വെച്ച് എന്നോട് പറയും. വൈകി രാത്രി ആകുമ്പോൾ അമ്മ എഴുതി വെച്ചത് എനിക്ക് അയക്കുമെന്ന് പറയും. അപ്പൊ ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട് സാറേ. എനിക്ക് പറയാനുള്ളത്, എല്ലാരും നമ്മൾ മാറും, എല്ലാ അസുഖങ്ങളും മാറ്റം വരും. എൻ്റെ മനസ്സിന്റെ ഉള്ളിൽ ഇപ്പൊ എനിക്കൊന്നുമില്ല, ശൂന്യതയാണ്. കാരണം എല്ലാം ശരിയാവും 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 എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഓരോ സമയം സത്യം പറയാ, രാവിലെ 5 മണിക്കൊക്കെ ചിലപ്പോൾ എഴുന്നേറ്റ് ഞാൻ വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും ഈ ക്ലാസ് കേൾക്കാൻ വേണ്ടി. അപ്പൊ ഫ്രീ ആയിട്ട് ഇരിക്കാലോ. പ്രായമുള്ള അമ്മയൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും തരുമോ എന്നൊക്കെ ചോദിക്കുന്നതിന് വേണ്ടി വേഗം മാറ്റി വെച്ചിട്ട് ഈ ക്ലാസ് ഇപ്പൊ ഫുൾ ടൈം ഇത് തന്നെയാണ് മൈൻഡിലുള്ളത്. അതുകൊണ്ട് എല്ലാവരും എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് വരാൻ പറ്റാത്തവര് ഞാൻ പറയുന്നത് നിർഭാഗ്യവാന്മാരാണ്. ഈ സെക്ഷനിലെ ഈ മണി മൈൻഡ് സെറ്റ് എനിക്ക് എന്തായാലും പിന്നെ ട്രഷറിലും EFT യിലൊക്കെ പങ്കെടുക്കണം. പൈസ ഒന്നും നമുക്ക് എങ്ങനെയെങ്കിലും അത് കിട്ടിയിരിക്കും. പോയതെല്ലാം ഒന്നിലൂടെ അല്ലെ വേറൊന്നിലൂടെ തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പ് തരുന്ന സാറിനെ നേരിട്ട് കാണണം. അതേപോലെ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഓഫീസിൽ പറഞ്ഞിട്ടുണ്ട്. അവര് അടുത്ത സെക്ഷനിൽ സെപ്റ്റംബർ 3 സെക്ഷനിൽ മണി മൈൻഡ് സെറ്റിൽ കയറാൻ തയ്യാറായിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പേരുണ്ട്. എന്തായാലും നമ്മുടെ മാറ്റിമറിച്ച് നമ്മുടെ ജീവിതം തന്നെ എല്ലാവരും ഈ സമൂഹത്തിൽ എല്ലാവരും നമ്മൾ പിന്നെ പാവപ്പെട്ടവരായി ജീവിക്കേണ്ടവരല്ല, പണക്കാരായിട്ട് തന്നെ ജീവിക്കണം. എന്നിട്ട് ഈ ഭൂമി വിട്ടു പോകണം. മോൾ എപ്പോഴും പറയും, ലോകത്ത് നമ്മൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സിഗ്നേച്ചർ നമ്മൾ ഈ ലോകത്തോട് ചെയ്തിട്ട് വേണം തിരിച്ചു പോകാൻ. അല്ലാതെ നമ്മൾ ജീവിച്ചു മരിച്ചെന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. അവള് പല കാര്യങ്ങളും ക്ലാസ് ട്രെയിനിങ് പ്രോഗ്രാം ഒക്കെ എടുക്കുന്നുണ്ട്, ഫ്രീ ആയിട്ട് കുറച്ച് ദിവസം എടുക്കും, അങ്ങനെ ആ രീതിയിൽ. പക്ഷെ അത് എന്താ പറയണ്ടേ, മോള് പറയുമ്പോൾ നമുക്ക് അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല സാറേ. പക്ഷെ സാറ് പറയുമ്പോൾ വളരെ അതാണ്, അത് അവള് പറഞ്ഞു, അത് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് അമ്മ ഫുൾ ടൈം ഇതിന്റെ ഫോളോ അപ്പ് ചെയ്യും. പൈസ ഞാൻ തരും, അമ്മ ഇത് ചെയ്യണം എന്നാണ് പറയുന്നത്. എല്ലാവർക്കും ഇതിന്റെ ഓഫീസ് സ്റ്റാഫിനാട്ടെ സാറിനാട്ടെ എല്ലാവർക്കും ദൈവത്തിന്റെ മുമ്പിലും സൃഷ്ടകർത്താവിനും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരുപാട് പറയാനുണ്ട്. എല്ലാവർക്കും പറയാനുള്ള അവസരം കൊടുക്കണം. അതുകൊണ്ടാണ് സാറേ, താങ്ക് യു വെരി മച്ച് സാർ. വളരെ സന്തോഷം. അങ്ങനെയാണ് മക്കൾ കണ്ടോ നിങ്ങൾ, അത്യാവശ്യം നന്നായിട്ട് സൈക്കോളജിയൊക്കെ പഠിച്ച ഒരു മകള് അമ്മക്ക് മോട്ടിവേഷൻ കൊടുക്കുന്ന ഒരു ജെനുവിനായ ഒരു കുടുംബമാണ്, ജെനുവിനായ ഒരു പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ എന്താ പറയുക, ഇതാണ് ഏറ്റവും വലുത്. നമുക്ക് എന്താ പറയുക, നമ്മുടെ മനസ്സാകുന്നു ശരീരത്തെക്കാളും പ്രധാനം. കാരണം നമ്മുടെ മനസ്സാകുന്നു നമ്മളെ ശരീരം സൃഷ്ടിക്കുന്നതും നമ്മുടെ ചുറ്റുപാട് സൃഷ്ടിക്കുന്നതും. മനസ്സിന് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ ശരീരത്തിന് പോഷകാഹാരം കൊടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ശരീരത്തിന് ഒരുപാട് പോഷകാഹാരം കൊടുക്കും, എക്സസൈസ് ചെയ്യും, മനസ്സിന് വേണ്ടി ഒന്നും കൊടുക്കില്ല, അകാല ചരമം പ്രാപിക്കും. മനസ്സിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്. മനസ്സിനേക്കാളും മുകളിലാണ് സ്പിരിച്വാലിറ്റി, അത് വേറെ ലെവലാണ്. അത് പിന്നെ അങ്ങോട്ട് അവിടെ എത്തുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിനെയാണ് ആദ്യം ക്ലിയർ ചെയ്യേണ്ടത്. മനസ്സിനെ ക്ലിയർ ചെയ്തെങ്കിൽ മാത്രമേ മനുഷ്യന് ബാക്കിയൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് എനിക്ക് ഉറപ്പില്ലായിരുന്നു. ഇപ്പം ടെൻഷൻ അടിച്ച് ചിന്തിച്ച് ഇങ്ങനെ കിടക്കും. ഇപ്പം പക്ഷെ കിടക്കുമ്പോ ഫ്രീ ആയിട്ടാണ്. ദൈവത്തിനോടും എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് കിടന്നു. അങ്ങനെ അങ്ങ് ഉറങ്ങിപ്പോകുന്നുണ്ട്. ഒരുപാട് ബാധ്യതകൾ ഉണ്ടെങ്കിലും അതെല്ലാം ശരിയാവും, ഒരിക്കലും ശരിയാവാതിരിക്കില്ല. നമ്മളെപ്പോലെ തന്നെ എല്ലാരും കടന്നു വന്നത്. പക്ഷെ ഒരുപാട് പൈസയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഏതൊക്കെയോ രീതിയിൽ, അത് ദൈവത്തിന്റെ ഒരു നിശ്ചയമായിരിക്കാം. അതൊക്കെ ഇനി തിരിച്ചു പിടിക്കാം. നമ്മൾ ജനുവലായിട്ട് ഒന്നും ആരെയും പറ്റിക്കാതെ ഒന്നുമില്ലാതെ നമ്മൾ നേരെ പോവുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ശരിയാവുന്നുള്ളൊരു തിരിച്ചറിവ് സാറിലൂടെ ഞങ്ങൾക്ക് കിട്ടി. ഇതൊന്നും ഒരു മായാജാലമൊന്നുമല്ല, വളരെ വ്യക്തമായിട്ട് പരസ്യമായിട്ട് നല്ല രീതിയിൽ നേരിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ്. അല്ലാതെ വേറെ ഒന്നും ഇതിൽ കളങ്കമില്ലാത്ത ഒരു കാര്യമാണെന്നുള്ള വളരെ വ്യക്തമായിട്ട് എല്ലാവരും മനസ്സിലാക്കണം. ഇതാണ് നമുക്ക് വേണ്ടത്, ഈ ഭൂമിയിൽ ഇതാണ് വേണ്ടത്.
ഓക്കെ, എന്നാണ് അതായത് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവർക്ക് കുറെ ക്യാഷ് കയ്യിലുണ്ടായിരുന്നു. അപ്പൊ ഈ ക്യാഷ് മുഴുവനും ഇവരുടേതായിട്ടുള്ളൊരു ഒരു വിശാലമായ കാഴ്ചപ്പാടുകൊണ്ട് ഒത്തിരി ആൾക്കാർ വീട് ജപ്തി ചെയ്യുന്ന ആൾക്കാർ, ഫിനാൻഷ്യൽ ക്രൈസിസ് ഉള്ള ആൾക്കാർ, അയ്യോ കഷ്ടപ്പാടാണോ, ഇപ്പൊ എടുത്തോളൂ ഉണ്ടാകുമ്പോൾ തരണം എന്നൊക്കെ പറഞ്ഞ് കൊടുത്തതാണ്. അപ്പൊ ഈ മനുഷ്യന്മാരാണല്ലോ, അവരെ സംബന്ധിച്ച് അവർക്ക് തിരിച്ചു തരാൻ കഴിയുന്നുണ്ടാവില്ല, നിർവാഹം ഉണ്ടാവില്ല, അത്രയും പതറ്റിക്കലായിരിക്കും ഉണ്ടാവുക. അപ്പൊ അങ്ങനെ നമ്മുടെ പണം മുഴുവൻ അങ്ങ് നഷ്ടപ്പെടാനുള്ള കാരണം നമ്മുടെ കയ്യിൽ ഈ പണം കയ്യിൽ പിടിച്ച് പണം നിന്നൊരു മസിൽ വരാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മക്കൾക്ക്, എൻ്റെ മൂത്ത മോള്, അവളുടെ അക്കൗണ്ടിൽ എപ്പോഴും ഞാൻ ഒരു സർട്ടൺ എമൗണ്ട് ഇടും. ഞാൻ പറയും, മോളെ നിനക്ക് എന്ത് വേണം അതിൻ്റെ മുകളിൽ ഉള്ളതെന്ന് എടുക്കാവൂ, ഈ പണം അവിടെ തന്നെ വെക്കണം. എന്തെങ്കിലും കാരണവശാൽ അതിന്ന് കുറയുകയാണെങ്കിൽ എന്നോട് പറയണം എന്ന് പറഞ്ഞ് അവൾക്ക് കൊടുക്കും. അതെന്തിനാ ചോദിക്കുകയാണെങ്കിൽ, കുറേ കാലം ഒരു സർട്ടൺ എമൗണ്ടിന്റെ മുകളിൽ എപ്പോഴും നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ട് എന്ന രൂപത്തിൽ നിർത്തിക്കഴിഞ്ഞാൽ, ഇവർക്ക് വലുതായി കഴിഞ്ഞാൽ ഇവർക്ക് പണമില്ലാത്തൊരവസ്ഥ വരില്ല. മനസ്സിലായോ? അത് ഞാൻ എൻ്റെ ലൈഫിൽ ഞാനത് ചെയ്യുന്നു, ഞാനത് പഠിച്ചു. ഞാൻ എൻ്റെ മക്കൾക്ക് മാത്രമല്ല, എൻ്റെ സഹോദരങ്ങൾക്ക്, ഇപ്പതാ യൂട്യൂബിലൂടെ സർവ്വ മനുഷ്യർക്ക് ഞാൻ ഈ രഹസ്യം പറഞ്ഞു കൊടുക്കുന്നു. ട്രഷറിൽ പങ്കെടുത്തവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. മണി മൈൻഡ്സെറ്റിൽ ഒരു അഡ്വാൻസ് ഉണ്ട്. ഇതിപ്പോ നമ്മൾ ഇപ്പൊ പഠിച്ചത് ബേസിക് ആണ്, ഇതിനൊരു അഡ്വാൻസ് ഉണ്ട്. അത് നമ്മൾ ലൈവായിട്ടാണ് കൊടുക്കുക. അതിലൊക്കെ കൃത്യമായിട്ട് മണി മാനേജ്മെന്റ് എന്താണെന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ കയ്യിൽ ഒരു എന്താ പറയാ, പണം കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു വർഷമോ 2 വർഷമോ ഒക്കെ അത്രയും ഇല്ല എങ്കിൽ, അങ്ങനെ ഒരു മസിൽ ഇല്ല എങ്കിൽ, നമ്മുടെ കയ്യിൽ വരുന്ന പണം എങ്ങനെയെങ്കിലും ഒഴിവാക്കി കാലിയാക്കി, കാരണം അത് നിൽക്കാനുള്ളതില്ലല്ലോ, കാലിയാക്കി ആ ഒരു പണമില്ലാത്ത ടെൻഷനിൽ ജീവിക്കുവാനുള്ള ഒരവസ്ഥ, ഒരു ടെൻഡൻസി വരും. അപ്പൊ നമ്മളെ പണം മോട്ടിച്ചുകൊണ്ട് വരാൻ വേണ്ടി ഏതെങ്കിലും ഒരു ബിസിനസ് കാണും നമ്മൾ. അപ്പൊ ഭയങ്കര ലാഭമാണ്, ഒരു മാസം എത്ര കിട്ടും, മറ്റത് കിട്ടും പറയുന്ന ആൾക്കാർ, നമ്മുടെ സ്വന്തം ആൾക്കാർ മോഹന വാഗ്ദാനം കൊണ്ടുപോയിട്ടും കിട്ടും. 1-2 മാസമൊക്കെ കിട്ടും, പിന്നെ ഒന്നും ഉണ്ടാവില്ല. അതിന് കാരണം ഇത് നിൽക്കാനുള്ള ഇത് നമ്മുടെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ്. ഒന്നുമില്ലെങ്കിൽ വല്ല അസുഖം വരും, ഒന്നുമില്ലെങ്കിൽ നമ്മുടെ വീടിന് എന്തെങ്കിലും ആപത്തോ മറ്റോ വന്നിട്ട് ഈ പണം അങ്ങ് കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ടാണ് ഈ മണി മൈൻഡ് സെറ്റ് ഞാൻ പറഞ്ഞിട്ട്, ഞാനൊരു സൗജന്യമായി കൊടുക്കാൻ വിചാരിച്ചാണ്. പക്ഷെ നമ്മുടെ ഓഫീസ് സ്റ്റാഫ് മുഴുവനും സ്ട്രോങ് ആയിട്ട് പറഞ്ഞത് കൊണ്ടാണ് ഇതൊരു സൗജന്യം തന്നെയാണ്, ഒരിക്കലും ഒരു 2000 രൂപയുടെ കോഴ്സ് ഒന്നും അല്ല ഇത്. മണി മൈൻഡ് സെറ്റും ട്രഷറും ഒക്കെ പഠിച്ചിട്ട് നമ്മുടെ മനസ്സിന്, നമ്മുടെ ആത്മാവിന് പ്രത്യേക മസിൽ, സമൃദ്ധി നിൽക്കാനുള്ള ഒരു മസിൽ. ഈ സമൃദ്ധിയും അങ്ങനെ തന്നെ. സമൃദ്ധി നിൽക്കുന്ന ആൾക്കാർക്ക് പേടിയാണ്, സന്തോഷിക്കാൻ തന്നെ പേടിയാണ്. കാരണം എന്താ ചോദിക്കുകയാണെങ്കിൽ, ഭയങ്കര സമാധാനം ഉണ്ട്, അപ്പൊ പേടിയാണ്, ദൈവമേ വല്ല ആപത്തും വരുമോ. ആ രൂപത്തിൽ നമ്മുടെ ഉള്ളിൽ പ്രോഗ്രാം ചെയ്യപ്പെട്ടു. അതുകൊണ്ടാണ് 1 വർഷം 2 വർഷം 3 വർഷമൊക്കെ നമ്മളിങ്ങനെ അനുസ്യൂതം തുടർന്നു പോകുമ്പോൾ നമുക്കൊരു അസാധ്യമായ തിരിച്ചറിവ് വരും. മനസ്സിലായി? അപ്പൊ നേരത്തെ മറ്റേ ലേഡി പറഞ്ഞ പോലെ, ആ ഒരു തിരിച്ചറിവിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ ലോകത്ത് എന്തെങ്കിലും അർത്ഥവത്തായത് കൊടുക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അർത്ഥവത്തായിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ പണം കൊടുക്കലൊന്നുമല്ല, ചാരിറ്റി ആൾക്കാർക്ക് കൊടുക്കലൊന്നുമല്ല. അർത്ഥവത്തായി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ പണം അവർക്ക് തന്നെ ഉണ്ടാക്കാനുള്ള കഴിവ് അവരുടെ ഉള്ളിൽ സന്നിവേശിപ്പിച്ചു കൊടുക്കലാണ്. നമ്മൾ ഈ പണം ചാരിറ്റി കൊടുക്കുന്ന ആള് എന്ന രൂപത്തിൽ അറിയപ്പെട്ട് കഴിഞ്ഞാൽ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല. ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇനി അഥവാ വല്ല ചാരിറ്റി കൊടുക്കുന്നുണ്ടെങ്കിൽ വലത് കൈ കൊടുക്കുന്ന ഇടത് കൈ അറിയാതെ കൊടുക്കാം. ഒരു മനുഷ്യനും അറിയരുത്. നമ്മളെങ്ങാനും കൊടുക്കുന്നവരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വരും. അപ്പൊ ഞാൻ പറയുന്നത്, ഈ ആൾക്കാരോട് നമ്മൾ ഉണ്ടാക്കിയ പണം അവർക്ക് കൊടുത്ത് അവരെ താൽക്കാലികമായിട്ട് സഹായം ചെയ്യുന്നതിനുപരിയായിട്ട് ആ പണം അതിലപ്പുറം അവർക്ക് തന്നെ ഉണ്ടാക്കുവാനുള്ള ഒരു മസിൽ അവരുടെ ഉള്ളിൽ ഉണ്ടാക്കുക എന്നാവുന്നു ഏറ്റവും വലിയ ചാരിറ്റി. ഏതെങ്കിലും മഹാത്മാഗാന്ധി നെഹ്റുവിനോടോ പട്ടേലിനോടോ ആസാദിനോടോ പറഞ്ഞിട്ടുണ്ടോ, നിങ്ങൾ എൻ്റെ കൂടെ കൂടൂ, നിങ്ങൾക്ക് ഞാൻ സമ്പത്ത് തരാം? അങ്ങനെയല്ല പറഞ്ഞത്. മഹാത്മാഗാന്ധി അവർക്ക് കൊടുത്തത് വെളിച്ചമാണ്. മനസ്സിലായില്ലേ? ജീസസ് തൻ്റെ ഡിസൈപ്പിൾസിന് കൊടുത്തത് വെളിച്ചമാണ്. മുഹമ്മദ് നബി തൻ്റെ ഫോളോവേഴ്സിന് കൊടുത്തത് വെളിച്ചമാണ്. അതല്ലാതെ കുറേ പണമല്ല.
മനസ്സിലായത്. അവരുടെ നിന്ന് മനുഷ്യന്മാര് ഒരു സമ്പത്തും ഇല്ലാണ്ടാണ് മരിച്ചതും. പക്ഷെ അവരൊക്കെ മനസ്സിൽ സമ്പന്നരായിരുന്നു, വെളിച്ചമുള്ളവരായിരുന്നു. അപ്പൊ ഞാൻ പറയുന്നത് ഏറ്റവും വലിയ കൊടുവി എന്ന് പറയുന്നത് ഈ ജ്ഞാനം കൊടുക്കലും തിരിച്ചറിവ് കൊടുക്കലുമാണ്. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഒരു അസിസ്റ്റൻസ് ചെയ്യേണ്ടെന്നല്ല, ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോഴും ഒരാൾക്ക് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അയാൾക്ക് താൽക്കാലികമായിട്ടൊരു ഒരു സന്തോഷം ഉണ്ടാവും. അടുത്ത തവണ കിട്ടിയിട്ടില്ലെങ്കിൽ ആ സന്തോഷം ഇരട്ടിയായി ഉറപ്പിലോട്ട് പോകും. സോ പണം നിൽക്കാനുള്ള ഒരു മസിൽ നമ്മളിൽ ഉണ്ടാക്കിയെടുക്കും. നമ്മുടെ കയ്യിൽ പണം നിൽക്കണം. എപ്പോഴും നമ്മുടെ കയ്യിൽ പണം ഉണ്ടാവണം. ആ ചെറിയ പ്രായത്തിലെ നമ്മുടെ മക്കളെ, എൻ്റെ ചെറിയ മോനോട് ഞാൻ പറയും, അവനും പണം കൊടുക്കും. പിന്നെ എന്താ പറയുക, ചെറിയ ജോലികളൊക്കെ കൊടുക്കും. നിങ്ങൾ പണം കൊടുത്തിട്ട് എടുത്തു വെക്കാൻ വേണ്ടി പറയും. നിനക്ക് ആവശ്യമുള്ളത് വേറൊരു സ്ഥലത്ത് വെക്കാൻ പറയും. അവിടുന്ന് ആവശ്യമുള്ളത് മാത്രം എടുക്കാൻ പറയും, ബാക്കി സേവ്. അപ്പൊ എൻ്റെ കയ്യിൽ ഇപ്പോൾ പണമുണ്ട്. ഇതെല്ലാവരും ഫോളോ ചെയ്തു. ഇത് ഞാൻ പറയുമ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ കേട്ടുപോകും, പക്ഷെ ഇത് ചെയ്യൂല ആൾക്കാർ. കാരണം ഇതാ മണി മൈൻഡ് സെറ്റ് ആയിട്ടില്ല. സാറിനതൊക്കെ പറയാം എന്നൊക്കെ പറയും, എന്നിട്ട് ഇതും ചെയ്യൂല. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയുന്നത്, മണി മൈൻഡ് സെറ്റ് എല്ലാവരും അറ്റൻഡ് ചെയ്യുക, ട്രഷർ എല്ലാവരും അറ്റൻഡ് ചെയ്യുക. നമ്മൾ ഈ ലോകത്ത് വന്നത് സമാധാനം കണ്ടെത്താനും ശാന്തി കണ്ടെത്താനും നമ്മളെ തിരിച്ചറിയാനുമാണ്. ഇതൊന്നും കണ്ടെത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും മുക്തരല്ല, നമ്മൾ ബന്ധരാണ്. ലോകത്തോടും മനുഷ്യരോടും പ്രശ്നങ്ങളോടും ബന്ധിതരാണ്. ഈ ബന്ധനത്തിൽ നിന്നും നമ്മൾ മുക്തി നേടണം. മനസ്സിലായോ? ഇപ്പൊ ട്രഷറൊക്കെ പങ്കെടുക്കുന്ന ആൾക്കാർക്കറിയാം. ഇന്നലെയൊക്കെ ട്രഷറിൽ ഉള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ഒരു മനുഷ്യനും, നമ്മൾ അറിയുന്ന ഏതെങ്കിലും മനുഷ്യൻ അറിയുന്ന കാര്യങ്ങളാണോ ഈ ട്രഷറിലൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ആരെങ്കിലും ഇന്നലെയൊക്കെ ട്രഷറിൽ പങ്കെടുത്ത ആരെങ്കിലും ഇതിലുണ്ടോ? എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എനിവൺ? 8ാമത്തെ ബാച്ചിൽ ആരെങ്കിലും ഉണ്ടോ? ആ, ഇതാരായിരുന്നു? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അതെ സാർ, അതെ സാർ. 100%. സാർ ഇന്നലെ മുഴുവൻ കേട്ടോ? മുഴുവൻ ഉണ്ടായിരുന്നോ? അതെ, ഉണ്ടായിരുന്നു സാർ. ഉം, ഉം. ഇതുവരെ കേൾക്കാത്ത കാര്യങ്ങളാണ് മുഴുവൻ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ കേൾക്കാത്ത, കാണാത്ത, മനസ്സിലാക്കാത്ത കാര്യങ്ങളാണ്. എന്നാൽ സത്യമല്ലേ? പച്ചയായ സത്യമല്ലേ? തീർച്ചയായും പച്ചയായ സത്യമാണ് സാർ. ഇതുപോലെ വേറെ എവിടെയും കിട്ടൂല. അപ്പോ തീർച്ചയായിട്ടും ചോദിക്കുകയാണെങ്കിൽ 100% സത്യമാണ് സാർ. 100% സത്യമാണെന്ന് പറഞ്ഞാൽ സത്യമല്ലാത്തത് നമ്മൾ ഈ അത്ഭുതങ്ങളുടെയും മായാജാലത്തിന്റെയും ഒക്കെ പിന്നാലെ പോകുന്നതിനെതിരാണ്. പ്ലാസിബോ ഇഫക്റ്റ്, നാസിബോ ഇഫക്റ്റ്, ഇതിനൊക്കെ എതിരാണ്. താൽക്കാലികമായൊരു സുഖം, ഒരു എന്തെങ്കിലും ഒരു കോയിൻസിഡൻസ് ഉണ്ടാകുമ്പോഴേക്കും അതൊന്നുമല്ല ഇത്. ഇത് പച്ചയായ സത്യമാണ് പഠിക്കുന്നത്. അപ്പൊ നമ്മുടെ തന്നെ അന്തരാത്മാവ് പുളകം കൊള്ളും. കാരണം ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ള സത്യങ്ങളാകുന്നു, മറിഞ്ഞിരിക്കുകയാണ്. ആർക്കും ഇതുകൊണ്ട് വിയോജിപ്പ് വരില്ല. ഇത് ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ടല്ലോ എന്നേ തോന്നുള്ളൂ. ആരും വിയോജിക്കൂല. ശരിയല്ലേ? ഇനി ആരെങ്കിലും ഒരാൾ സംസാരിച്ചേ? ഇന്നലെയൊക്കെ ട്രഷറിൽ പങ്കെടുത്ത ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ സംസാരിച്ചേ. സാറേ, സാർ ഗുഡ് മോർണിംഗ് സാർ. സാർ രവിയാണ്. ഇന്നലെ ഫുൾ ഉണ്ടായിരുന്നില്ല സാർ? സാർ ഫുൾ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് സത്യമല്ലേ? വളരെ സത്യമാണ് സാർ, വളരെ സത്യമാണ്. എന്തായാലും വളരെ ഈ വർഷത്തിൽ ഇത്രയും കാലം ജീവിച്ചിട്ട് അങ്ങനെ ഒരു അറിവ് കിട്ടിയിട്ടില്ല, ഒരു അറിവ് കിട്ടിയിട്ടില്ല. ഒരുപാട് കാര്യങ്ങൾ വായിച്ചിട്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി വളരെ സന്തോഷമായിട്ട് പോകണം സാർ. വളരെ ഹാപ്പിയാണ്. എന്തായാലും കഴിഞ്ഞ 13 ക്ലാസ് അറ്റൻഡ് ചെയ്തു. എന്തായാലും വളരെ സന്തോഷമായിട്ട് പോകണം. വളരെ ഹാപ്പി, വളരെ ഹാപ്പി. ഒരു ഭയമില്ല. ക്ലാസ് മാത്രമല്ല ഇത്, ക്ലാസ് മാത്രമല്ല ഇത്, ഇത് പ്രാക്ടീസ് കൂടി വേണം. നമുക്ക് കുറെ അറിവുണ്ടായിട്ട് കാര്യമില്ല. ഈ അറിവ് നമ്മുടെ ലൈഫിൽ, നമ്മുടെ സെല്ലിലോട്ട് വരണമെങ്കിൽ ഈ അറിവ് നമ്മുടെ സെല്ലുലാർ മെമ്മറിയിലോട്ട് പോകുവാനുള്ള പരിശീലനത്തിലൂടെ നമ്മൾ കടന്നു പോകണം. അതല്ലാതെ നമുക്ക് കുറെ അറിവ് ഉണ്ടായത് കൊണ്ട് മാത്രം കാര്യമില്ല. അതാണ് ഇതിന്റെയൊക്കെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. ശരി, ഇനി ആരെങ്കിലും സംസാരിക്കാനുണ്ടോ? സംസാരിച്ചോളൂ. ഞാനാണ് സാർ ഉമൈബ. പറയൂ. ഞാൻ എല്ലാ ദിവസവും ക്ലാസ് ക്ലാസ് കേൾക്കുന്നുണ്ട്, അതുപോലെ ചെയ്യുന്നുണ്ട്. ഞാൻ ഒരുപാട് പ്ലാറ്റ്ഫോമിൽ പോയി ഒരുപാട് പൈസ കൊടുത്ത്, വളരെ സാർ ഇപ്പൊ വാങ്ങിക്കുന്ന ഫീസിനെക്കാളും കൂടുതൽ ഫീസ് ഒരു ദിവസത്തേക്ക് എന്നെ കൊടുത്തും ഞാൻ പഠിച്ചിട്ടുണ്ട്.
എന്നിട്ടും ഇവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു സാറിന്റെ എളിമ മാത്രം മതിയല്ലോ ഞങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സ് കുളിരേകി നല്ല മനസ്സായി നമ്മളെ മനസ്സിനെ മാറ്റിയെടുക്കാൻ. സാറിന് ഒരിക്കൽ പോലും സാർ ഒന്ന് റൈസായി നമ്മൾ കണ്ടിട്ടില്ല ഇതുവരെ. സാറ് നമ്മൾ ഏതെല്ലാം ക്ലാസ്സിൽ ഞാൻ കയറി, EFT ക്ലാസ് 2 പഠിച്ച് സാറിന്റെ കൂടെ മൈൻഡ് സെറ്റ് പഠിച്ച് സാറിന്റെ ഓരോ സ്പീച്ചും അത് നമ്മളെ ഉള്ളിൽ എത്തുന്നുണ്ട്. അതാണ് നമുക്ക് പറ്റി. എനിക്ക് കുറച്ച് ആൾക്കാരെയും ഇതിൽ കൊണ്ടുവരാൻ പറ്റി. അതൊരു വല്ലാത്ത ഒരു വൈബ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പറയുമ്പം ഇന്നതാണ് നമ്മളെ മനസ്സിനെയാണ് ശരിയാക്കി എടുക്കുന്നത്. നിങ്ങൾ വന്നിത് കേട്ടോളി, പൈസ ഇല്ലെന്നുള്ള ആ മൈൻഡ് സെറ്റ് മാറ്റിയിട്ട് പൈസ ഉണ്ടെന്നുള്ള മൈൻഡ് സെറ്റ് നിങ്ങൾ വെച്ചാൽ മതി, ഇതൊന്ന് കേട്ടാ മതി എന്ന് പറയുമ്പോൾ വരാനും സാറിന്റെ ഓരോ ദിവസത്തെ ക്ലാസ് കേൾക്കാനും അവരെ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ വരാനും കേൾക്കാനും അതിനുശേഷം അവരെന്നോട് വിളിച്ച് എന്ത് സന്തോഷത്തോടെ പറഞ്ഞു ഞങ്ങൾ ഇത്രയും നാളും മനസ്സിൽ വെച്ചിരുന്നതല്ല പൈസയെക്കുറിച്ചുള്ള ചിന്ത, നമുക്ക് ഇപ്പൊ അത് മാറി വന്ന് എന്ന് പറയുന്നത് കേൾക്കാനുള്ളൊരു സന്തോഷവും. പിന്നെ സാറിന്റെ ആ ഒരു ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു സാറിന്റെ ആ ഒരു എന്ന് വെച്ചാൽ അത് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പല ആൾക്കാരെ കൂടെയും പഠിച്ചത് കൊണ്ടാണ് എനിക്ക് സാറിന്റെ അടുത്തുള്ള ആ ഒരു ബഹുമാനം. അത്ര എല്ലാവരും ഇത് പഠിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് അറിയാവുന്നുള്ള എല്ലാവർക്കും ലിങ്ക് ഇട്ട് കൊടുക്കും. മോർണിംഗ് ക്ലാസ്സിന്റെ ലിങ്ക് ഇട്ട് കൊടുക്കും. നിങ്ങൾ മണി മൈൻഡ് സെറ്റ് എനിക്ക് ആഗ്രഹമുള്ള എൻ്റെ കൂട്ടിൽ എനിക്ക് അറിയാവുന്നുള്ള എല്ലാ മനുഷ്യർക്കും ഈ മണി മൈൻഡ് സെറ്റിന്റെ സാർ എപ്പോഴിടുമ്പോഴും അതിനെ ഒന്ന് ഫോർവേഡ് ചെയ്യാതിരിക്കുകയില്ല. എല്ലാവരും വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. സാർ ഒരുപാട് ലോകം അറിയുന്ന ഒരാളാണ് ഇപ്പോഴും. ഇതിനേക്കാളും വേൾഡ് വൈഡ് നല്ല ഇതാവട്ടെ സാറിന്. ഓക്കെ, സന്തോഷം. അതായത് ഇത് ഏറ്റവും വലിയ പുണ്യമാണ്. നമ്മളൊരു കാര്യം കിട്ടിയാൽ അത് നമ്മൾ ഒഴുക്കണം. നമ്മളത് ഒഴുക്കാതെ മനസ്സ് വെച്ചുകൊണ്ട് എന്താ നമ്മൾ നഷ്ടപ്പെട്ടു. അതായത് ഈ പ്രപഞ്ച ശക്തി ആഗ്രഹിക്കുന്നത് നന്മയുടെ വ്യാപനമാണ്. ഒരു നന്മ നമ്മൾ അറിഞ്ഞു, നമ്മൾ അതിങ്ങനെ പിടിച്ചു വെച്ചു, നമ്മൾ അതിനെക്കുറിച്ച് ഒന്നും മിണ്ടുന്നില്ലെങ്കിൽ നമ്മളെ പിന്നെ ഒരു ചാനലായിട്ട് വരില്ല. നമ്മൾ ആ ചാനൽ കേടുവന്നു. അതുകൊണ്ട് നമ്മൾ പരമാവധി ഇപ്പൊ ഈ മണി മൈൻഡ് സെറ്റിലാവട്ടെ ഒരു യാതൊരു പിശുക്കും കാണിക്കുന്നില്ല. നമ്മൾ മാക്സിമം എസെൻസ് ആ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് 2000 കോഴ്സാണ്, അങ്ങനെയൊന്നുമില്ല, പരിധിയില്ലാത്ത. ഇനി ട്രഷർ ആണെങ്കിലും ശരി, ഇപ്പൊ ട്രഷറൊക്കെ അനുഭവിച്ച ആൾക്കാരോട് ചോദിച്ചു നോക്കൂ. അവരൊക്കെ ഇത്രയും ഫീ ഒക്കെ അവരോട് ചോദിക്കുകയാണ്, സാറേ പിന്നെ എന്തു തോന്നുന്നു ഇത്രയും ഇപ്പൊ 7ാമത്തെ ബാച്ച് മുകുന്ദൻ സാറൊക്കെ പങ്കെടുക്കുന്നുണ്ട്. മുകുന്ദൻ സാറെ 7ാമത്തെ ബാച്ച് ഫിനിഷ് ആയപ്പോ നിങ്ങൾ മുടക്കിയ ഈ ഇതിന് ചെലവഴിച്ച ഫീയും നിങ്ങൾക്കിപ്പോ കിട്ടിയതും നിങ്ങളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും കമ്പയർ ചെയ്യാൻ പറ്റുമോ സാർ? ഒന്ന് സംസാരിച്ചേ. സാറേ, മുകുന്ദൻ സാർ വരുന്നതിന് മുമ്പ് ഞാനൊരു വാക്ക് പറയട്ടെ. നമ്മൾ ഇത്രയും ഈ ഒരു മാസം ഫീസ് കൊടുക്കുന്നല്ല, ഇന്ന് വരെ അതൊരു ഭാരമായിട്ട് നമുക്ക് തോന്നിയില്ല. അന്നേരം നമുക്ക് അടയ്ക്കേണ്ട ദിവസം കൃത്യമായിട്ട് ആ ക്യാഷ് നമ്മളെ കയ്യിൽ വരുന്നു, നമ്മളങ്ങ് അയച്ചു കൊടുക്കുന്നു. ആ ക്ലാസ്സിൽ പിന്നും പങ്കെടുക്കാൻ പറ്റുന്നു. അതാണ് സാർ ഇതിന്റെ ആ മണി മൈൻഡ് സെറ്റിന്റെ പവറാണ്. നമ്മളെ കയ്യിൽ ഈ ക്യാഷ് വരികയും നമ്മൾ അയച്ചു കൊടുക്കുകയും ചെയ്യുന്നത്. അതിനൊരു ഭാരമായിട്ട് ഇതുവരെ തോന്നിയില്ല. മാത്രമല്ല, നിങ്ങൾ തീരുമാനിച്ചു എനിക്കിത് അനുഭവിക്കണം. നമ്മൾ എപ്പോഴും പ്രശ്നം എന്താ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ തീരുമാനിക്കും, അയ്യോ എന്നെ കൊണ്ട് ഇതൊന്നും പറ്റൂല. അങ്ങനെ ഒരു തോട്ട് നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ അത് പറ്റാതിരിക്കാനുള്ള എല്ലാ വഴികളും. ഇപ്പോൾ നമ്മളൊരു കാര്യം ഡിസ്കഷൻ ചെയ്യുക, നമുക്ക് ആ സ്ഥലത്ത് പോവല്ലേ, ഇന്ന കാര്യം ചെയ്യല്ലേ എന്ന് ഒരാളോട് പറഞ്ഞാൽ ആദ്യം തന്നെ അയാൾ തടസ്സം പറയും. കാരണം അയാളുടെ മനസ്സ് മുഴുവൻ തടസ്സമാണ്. അങ്ങനെ പോയാൽ ഇത് സംഭവിക്കൂലേ? മഴ പെയ്യൂലേ? അത് കേൾക്കുന്ന സമയത്ത് തന്നെ അങ്ങോട്ട് പോവുക എന്നത് അദ്ദേഹത്തിനും ആവശ്യമുള്ളതാണ്. അപ്പോൾ അങ്ങോട്ട് പോവാം. അങ്ങനെ പോകുമ്പോൾ മഴ പെയ്താൽ നമുക്ക് ഇങ്ങനെ ചെയ്യാലേ, ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും, ഇങ്ങനെ ചെയ്യാലേ എന്ന രൂപത്തിലോട്ട് മാറി ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ് നമ്മുടെ കൂടെ ഉള്ളതെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെങ്കിൽ, നമ്മുടെ കൂടെ ആരും വേണ്ട, നമ്മളെങ്കിൽ ഒരാള് ഇത് ചെയ്യാൻ വേണ്ടി ആലോചിക്കുന്നു, ആദ്യം തന്നെ തടസ്സമാണ്. ഈ തടസ്സം കണ്ടാ നമ്മൾ ഇങ്ങനെ ആയി, നമ്മളെക്കാളും വലുപ്പത്തിൽ തടസ്സം വലുതായി. മനസ്സിലായോ? മുകുന്ദൻ സാറെ സംസാരിക്കൂ. ഇത്രയും പങ്കെടുത്തപ്പോ നിങ്ങൾ ഉദാഹരണമായിട്ട് ഇതിന്റെ മണി മൈൻഡ് സെറ്റിന് പങ്കെടുത്തപ്പോ ഫിനാൻഷ്യലി ഭയങ്കര ഇഷ്യൂ ആണ് സാറേ എന്നൊക്കെ വിചാരിച്ച ആളാണ്. ഇതൊക്കെ പങ്കെടുത്തു, ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് നടത്തി. ഇപ്പൊ എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? വല്ല നിരാശയോ, അല്ലെങ്കിൽ ഇത് അധികമായി പോയിന്നോ, അല്ലെങ്കിൽ കിട്ടിയത് നമ്മൾ ചെലവഴിച്ചതിന്റെ എത്രയോ കുറവാണെന്നോ എന്തുവാ നിങ്ങൾക്ക് തോന്നുന്നത് മുകുന്ദൻ സാർ? എല്ലാവർക്കും നമസ്കാരം. അഭിപ്രായങ്ങൾ ഞാൻ എപ്പോഴും തുറന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് സാറിപ്പം ചോദിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്, അതിനുവേണ്ടി മുടക്കിയ പൈസ ഒരു തരത്തിലും നഷ്ടമല്ല എന്ന് മാത്രമല്ല,
അതൊന്നും ജീവിതത്തിൽ നമുക്ക് ഇതുവരെ നേടിയെടുക്കാൻ വേണ്ടി സാധിക്കാത്ത ഒരു അമൂല്യമായിരിക്കുന്ന ഒരു സമ്പത്തായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് അത് മാറിയിരിക്കുകയാണ്. എപ്പോഴും അത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കാര്യമാണ്. അതെ. മനുഷ്യറ്റ് നമ്മൾ അതുവരെ സാമ്പത്തികമായിട്ട്, ഞാനിപ്പോ 68 വയസ്സുള്ള ഒരാളാണ്. ഞാൻ അതുവരെ സാമ്പത്തികമായിരിക്കുന്ന വിഷയത്തോട് കാണിച്ചിരുന്ന ഒരു സമീപന രീതി അപ്പാടെ മാറിയത്. ഞാനൊക്കെ എന്തൊരു വിഡിത്തമാണ് ചെയ്തു കൂട്ടിയിരുന്നത് എന്നുള്ളത് ആ ക്ലാസ്സിൽ പങ്കെടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എപ്പോഴും ലക്ഷ്മിയെ ചവിട്ടി പുറത്താക്കുന്ന ഒരു സമീപന രീതിയായിരുന്നു ഞാൻ എടുത്തത്. ഇപ്പോൾ അതൊക്കെ മാറ്റി നേരെ വിപരീതമായിരിക്കുന്ന അവസ്ഥയിലേക്കാണ് ആ മണിമേൻസ് കോച്ച് എന്നെ കൊണ്ടുവന്നത്. എനിക്ക് ഞാൻ ഒരു അനുഭവം എന്നെ ഇന്ന് ഈ പങ്കെടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഓണാക്കി നിൽക്കുന്നതിന് കാരണം, എന്റെ കൈക്ക് ഇടത് കൈയിന്റെ ഒരു മണിക്കണ്ടത്തിനിടയ്ക്ക് ഒരു മുഴയുണ്ടായി. ആ മുഴ ഞാൻ 2 തവണ ഹൈദരാബാദ് പോയപ്പോ എന്റെ മകന്റെ ജോലി ചെയ്യുന്നത് അവിടെ പിന്നെ ഇതിലാണ്, ഒരു ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ അവളെ എന്നോട് നിർബന്ധിച്ച് വരെ നമുക്കത് കീറി എടുത്തു കളയാൻ 2 പ്രാവശ്യം പോയപ്പോൾ വളരെയധികം നിർബന്ധിച്ചാണ്. ഞാൻ പറഞ്ഞു ഇനി എന്തത് കീറേണ്ട ആവശ്യം വന്നത്, അതല്ല ഇനിയിപ്പം നമുക്ക് ഇത്ര വയസ്സായി, ഇനി അതോടുകൂടി അങ്ങ് പോട്ടെ. അത് അത്ഭുതകരം പറഞ്ഞിട്ട് എന്റെ ആ മുഴ ഇപ്പൊ ഇവിടെ കാണാനില്ല എന്റെ കയ്യിൽ. അത് എങ്ങനെ പോയി എന്ന് എനിക്ക്, ഞാനത് പൂർണ്ണമായിട്ടും മാറിയതിനു ശേഷം ഈ ഗ്രൂപ്പിൽ പിന്നെ ഷെയർ ചെയ്യാൻ വെച്ചിട്ട് നിൽക്കുന്നതാണ്. ഇപ്പൊ അത് പൂർണ്ണമായും മാറി, എനിക്കിപ്പോ അങ്ങനെ മുഴ എന്റെ കൈക്ക് ഇപ്പൊ ഇല്ല. അത് ഞാൻ ഇന്ന് എല്ലാവരോടും പിന്നെ ഷെയർ ചെയ്യാണ്. കാരണം അത് മാറിക്കഴിഞ്ഞാൽ, കാരണം പൂർണ്ണമായും മാറട്ടെ, അല്ലാണ്ട് നമ്മൾ കുറച്ച് മാറിയതിനു ശേഷം പറയുന്നതിന്റെ അർത്ഥമില്ലല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഇത്ര നാളും പറയാതിരുന്നതാണ്. അത് ഞാൻ എന്താ പറയേണ്ടത്, എങ്ങനെയാണ് സാറിനോട് നന്ദി പറയേണ്ടത് എനിക്ക് പറയാൻ വേണ്ടി വാക്കുകളില്ല. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഉണ്ടാവട്ടെ. ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതും ഇപ്പോൾ അത് തന്നെയാണ്. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഉണ്ടാകാൻ വേണ്ടി തന്നെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഞാൻ പൊതുവെ ജ്യോതിഷമൊക്കെ കൈകാര്യം ചെയ്തിട്ട് ആളായത് കൊണ്ട് തന്നെ മുമ്പിലേക്ക് ഒരുപാട് പ്രയാസങ്ങളുടെ ഭാണ്ഡക്കെട്ടുകളുമായിട്ട് വരുന്ന ആളുകളുടെയൊക്കെ എത്രയോ ആശ്വാസങ്ങൾ പകർന്നു കൊടുക്കാൻ വേണ്ടി സാറിൽ നിന്ന് കിട്ടിയ അറിവുകൾ ഞാനിപ്പോൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ അവരെയൊക്കെ ഇതിലേക്ക് വരാൻ വേണ്ടി ഞാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇതിന്റെ അപ്പുറം കാര്യങ്ങൾ നമുക്ക് പറയാനില്ല. ഓക്കെ, താങ്ക് സന്തോഷം യു. സന്തോഷം. അതായത് പിന്നെ അദ്ദേഹത്തോട് ഞാൻ അങ്ങനെ പറയിപ്പിക്കാൻ കാരണം അദ്ദേഹത്തെ അവിടെ കണ്ടത് കൊണ്ടാണ്. പിന്നെ അദ്ദേഹം ഒരു സ്കോളറാണ്, സാധാരണ ഒരാളല്ല. അദ്ദേഹം ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഒരു വൈദ്യനാണ്. അതുപോലെ തന്നെ വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ അത്യാവശ്യം അറിയുന്ന ആളാണ്. അപ്പോ എന്താ പറയാ, ഈ ട്രഷർ പോലുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് കത്തും, പെട്ടെന്ന് കത്തും. അസാധാരണമായ വെളിച്ചം കിട്ടും ട്രഷർ. സാധാരണക്കാരായ ആൾക്കാർക്ക് അവരും മനസ്സിലാവില്ല എന്നല്ല, അവർക്ക് ഭയങ്കര മോട്ടിവേഷൻ ആണെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അകത്ത് പ്രകാശം കത്തിജ്വലിക്കും. എന്നാൽ സാധാരണക്കാർ, അതുകൊണ്ടാണ് ഒരു വർഷമൊക്കെ 1-2 വർഷമൊക്കെ ഇതിൽ പിന്നാലെ വരണം എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോഴേ പരിപൂർണമായും ഒരു സുഖാവസ്ഥയിൽ ഒരു മുക്തനാവണം. നമ്മൾ മുക്തനാവണം, ബന്ധനാവരുത്. ബന്ധനായിട്ട് ജീവിച്ച് ബന്ധനായിട്ട് മരിച്ചു പോയാൽ അതിനേക്കാൾ വലിയൊരു ദോഷം വേറെ ഇല്ല. മുക്തി ഇവിടുന്ന് കിട്ടണം. മനസ്സിലായോ? ശരി, ഇനി ആരാ സംസാരിക്കുന്നത്? സണ്ണി സാർ സംസാരിക്കുന്നുണ്ടോ? സണ്ണി, മണി മത്സരത്തിൽ പങ്കെടുത്ത സണ്ണി സാർ നേരത്തെ സംസാരിക്കാൻ ഒരുങ്ങിയെന്നാണ് തോന്നുന്നത്. സാറേ, വെരി ഗുഡ് മോർണിംഗ് സാറേ. വെരി ഗുഡ് മോർണിംഗ്. എന്ത് പറയുന്നു മണി മത്സരത്തിനെ കുറിച്ച്? വളരെ സന്തോഷമാണ്. എനിക്ക് ഇതിൽ പങ്കെടുത്തതിന് ശേഷം സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ടുകൾ ഇതിൽ വന്നിട്ടില്ല സാറേ. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇത് വളരെ സന്തോഷമായി പോകുന്നു. ഗുഡ്. അതിലെ കണ്ടന്റ് ഒക്കെ എങ്ങനെയുണ്ട്? കണ്ടന്റ് എനിക്ക് ഒരു 7ാമത്തെ ക്ലാസ്സിൽ നല്ലൊരു പ്രൊമോഷനെ കുറിച്ച് കേട്ടു. അതുപോലെ സെല്ലിങ്ങിനെ കുറിച്ച് കേട്ടു. പിന്നെ ലാസ്റ്റ് 9ാമത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളെ മൂല്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റി. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കൽ വാങ്ങൽ, അതൊക്കെ നമ്മളൊരു കൊടുക്കുന്നവനാണ് വലിയവനാണെന്ന് വിചാരിച്ചിരുന്നത്. സാറ് ആ ക്ലാസ്സോടുകൂടി കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റി. രണ്ടുപേരും ഈക്വലാണ് അല്ല സാറേ? ഈക്വലാണ്. അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു മോശക്കാരനാക്കല്ലേ? കൊടുക്കുന്നതാണ് നല്ലതെങ്കിൽ വാങ്ങുന്നവൻ മോശക്കാരനായില്ലേ? റിസീവിങ് കപ്പാസിറ്റി നമുക്ക് കൂടുതൽ കിട്ടും, അത് മനസ്സിലാക്കുകയാണെങ്കിൽ. റിസീവിങ് കപ്പാസിറ്റി ഉള്ളിൽ ആക്റ്റീവ് ആവാത്തവന് ആരും പണം കൊടുക്കൂല, ഒന്നും കൊടുക്കൂല. ലക്ഷ്മി ദേവിയെ ചവിട്ടി പുറത്താക്കിയവന് ഒന്നും കൊടുക്കൂല, കൊടുക്കാൻ തോന്നൂല.
അപ്പൊ അവന് കിട്ടൂല. ഇന്നുവരെ കേൾക്കാത്ത കാര്യങ്ങളൊന്നും സാറേ ഗുരുക്കന്മാരിരിക്കുന്നോ പാരൻസിരിക്കുന്നോ ഒരിടത്തും കേട്ടിട്ടില്ല ഇങ്ങനൊരു ചിന്തകള്. അപ്പൊ ഇത്രയധികം ചിന്തകൾ തന്നതിന് വളരെ താങ്ക്സ് ഉണ്ട് സാർ. ഇനി അത് ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കാൻ നോക്കുന്നുണ്ട്. ഗുഡ്, ഓക്കെ, താങ്ക് യു സാർ. സന്തോഷം. അതേ കൂടെ തന്നെ ഞാൻ ചോദിക്കട്ടെ എന്റെ സഹോദരങ്ങളെ, അടുത്ത സെപ്റ്റംബർ 3-ാം തീയതി മണി മൈൻഡ്സെറ്റിന്റെ 21ാമത്തെ ബാച്ച് ട്രഷറിന് മുമ്പായിട്ട് തുടങ്ങുന്നുള്ളത്. ഇപ്പൊ ട്രഷറിലൊക്കെ പങ്കെടുക്കാനുള്ളവർ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ, ആദ്യമായി വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ, അടുത്ത 21ാം തീയതി മണി മൈൻഡ്സെറ്റിന്റെ 21ാമത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എത്ര പേര് അതിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ട്? പുതിയ ആൾക്കാർ എത്ര ആളുകൾക്ക് മണി മൈൻഡ്സെറ്റിന്റെ 21ാമത്തെ ബാച്ചിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ട്? ഒന്ന് ടൈപ്പ് ചെയ്ത്. മണി മൈൻഡ്സെറ്റ് 21ാമത്തെ ബാച്ചിൽ പങ്കെടുക്കാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? ടൈപ്പ് ചെയ്യുന്നുണ്ടോ നിങ്ങൾ? ഞാൻ കാണുന്നില്ല. കുറെ ആൾക്കാർ ടൈപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ? ശരി. ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ലിങ്ക് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. അവര് കേറിയിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു. എന്തായാലും 3-ാം തീയതി അവര് കേറും. ഇത് എനിക്ക് ക്യാഷ് അയച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, വളരെ സന്തോഷം. അപ്പോ എൻ്റെ സഹോദരന്മാരെ എല്ലാവരും, സാറേ അതൊരു ഗ്രൂപ്പിന്റെ ഒരു ലിങ്ക് അയച്ചു കൊടുത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഇതിൽ പങ്കെടുക്കട്ടെ. ഇന്നലെ തന്നെ ഷാനി മേഡത്തോട് പറഞ്ഞ് അവരെ വിളിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു, അങ്ങനെയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് സാറേ. ഗുഡ് ഗുഡ് ഗുഡ്. നമ്മുടെ ഓഫീസിൽ നിന്നൊക്കെ എല്ലാവരും നല്ല സപ്പോർട്ടല്ലേ? നമ്മുടെ സ്റ്റാഫൊക്കെ എല്ലാവരും നല്ല സപ്പോർട്ടല്ലേ എല്ലാവർക്കും? സാറേ, അവളുടെ വാക്കുകൾ സാറിന്റെ ഇതിൽ കൂടെ വരുന്നത് കൊണ്ടായിരിക്കും. വളരെ സ്നേഹത്തോടെ എന്തുണ്ടെങ്കിലും വിളിക്കണം എന്ന് എപ്പോഴും വിളിച്ച് കാര്യങ്ങളൊക്കെ ബദറുദ്ദീൻ സാറാണെങ്കിലും ഷാനി മേഡാണെങ്കിലും എല്ലാവരും വളരെ നല്ല സന്തോഷത്തോടു കൂടി, സ്നേഹത്തോടു കൂടി, കരുതലോടു കൂടിയാണ് നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതും എല്ലാം ചെയ്യുന്നുള്ളൂ എന്നറിയാം. അതാണ് ഏറ്റവും നല്ലൊരു മോട്ടിവേഷൻ. എനിക്ക് വേഗം മനസ്സിലാവും സാറേ. കാരണം മോളിങ്ങനെ ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ടല്ലോ. അതുകൊണ്ട് ആണ് മോള് പറയും, അഹങ്കാരം എന്ന് പറയുന്നത് മനുഷ്യന്മാർക്ക് ഇല്ലാതാവണമെങ്കിൽ അവളിപ്പം 4 മാസം കുതിരവട്ടം ഹോസ്പിറ്റലിൽ ഇന്റേൺഷിപ്പ് ചെയ്തായിരുന്നു. അപ്പൊ അവിടുന്ന് വരുന്ന കുറച്ച് അനുഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതും ഈ ലോകത്തുള്ള ആൾക്കാരൊക്കെ കാണണം, അവിടെ വന്നിട്ടുള്ള അനുഭവങ്ങളും. പിന്നെ അതേപോലെ ദൈവമായിട്ട് ഇങ്ങനെ കുറെ പേരെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതാണ് യേശുക്രിസ്തു അങ്ങനെ പറയുന്ന കുറെ പേരുണ്ടല്ലോ. അതിലൊരാളാണ് ഈ സാറും. അത് നമുക്ക് ഈ ഭൂമിയിൽ ദൈവം എല്ലാരെയും ഒരുപോലെ സൃഷ്ടിക്കാൻ പറ്റില്ല. ഇങ്ങനെ കുറച്ച് പേരെ സൃഷ്ടിക്കുക, അത് എല്ലാവർക്കും അറിവ് പകർന്നു കൊടുക്കാൻ ആണ് അവരെ ഈ ഭൂമിയിൽ ജനിച്ചത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും തിരിച്ചു വേണം. അതേ ഒരു മൈൻഡാണ് മോളുടെയും. നമ്മളും ഈ ഭൂമിയിൽ എന്തെങ്കിലും ചെയ്തിട്ടേ പോവുള്ളൂ, എന്നിട്ട് വേണം ഈ ഭൂമി വിട്ടു പോവാൻ എന്നിങ്ങനെ എപ്പോഴും എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് എന്തായാലും സാറിന്റെ ക്ലാസ് അമ്മ കൃത്യമായിട്ട് കേൾക്കണം. അത് കേട്ട് മറ്റുള്ളവർ കമ്മന്റെ കൂട്ടുകാർക്ക് പറഞ്ഞ് എല്ലാരെയും ഇതിൽ നമ്മളെല്ലാരും പറക്കുന്ന ഒരു പരുന്തുകളായി മാറട്ടെ എന്ന് പറയും മോളെപ്പോഴും. വെരി ഗുഡ്, വെരി ഗുഡ്. എല്ലാവരും ദൈവത്തിന്റെ അവതാരങ്ങളാണ്. എല്ലാവരും ഈ ലോകത്ത് വന്നത് ഒരു ദൗത്യവുമായിട്ടാണ്. ആ ദൗത്യം തിരിച്ചറിയുന്നവരാകുന്നു രക്ഷപ്പെട്ടവർ. അത് തിരിച്ചറിയാതെ അവനവന്റെ ഉള്ളിൽ നിന്ന് അവനവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആത്മബോധത്തെ തിരിച്ചറിയാതെ ഭൗതികമായ ഈ നേട്ടങ്ങളുടെയും പേരുകളുടെയും പ്രശസ്തിയുടെയും ഇതിൻ്റെയൊക്കെ പിന്നാലെ പോയി, അല്ലെങ്കിൽ മറ്റുള്ളവരെ തൃപ്തി കിട്ടാൻ വേണ്ടിയിട്ട് പല കോപ്രായത്തരങ്ങളും കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോയി അവസാനം അവനവനുമായിട്ടുള്ള ഒരു കണക്ഷൻ തന്നെ ഇല്ലാതെ ഈ ലോകത്ത് നിന്ന് പോകുന്നതിനേക്കാളും വലിയൊരു നഷ്ടം വേറെ ഇല്ല, ഒരു സംശയവുമില്ല. ഏതായാലും എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. അതേപോലെ അടുത്ത മണി മൈൻഡ്സെറ്റിന്റെ ബാച്ച് വരുന്നത് 21ാമത്തെ ബാച്ച് വരുന്നത് ഈ വരുന്ന സെപ്റ്റംബർ 3-ാം തീയതിയാണ്. കുറെ ആൾക്കാർ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും ലിങ്കിൽ ഒന്ന് ജോയിൻ ചെയ്യാം. അതുപോലെ ട്രഷർ അൾട്ടിമേറ്റ് അബാൻഡൻസ് എന്ന് പറയുന്ന അമൂല്യമായ ഒരു കോഴ്സ് വരുന്നുണ്ട്. അത് വരുന്നത് ഈ മാസം സെപ്റ്റംബർ 10-ാം തീയതിയാണ്. ഇപ്പൊ തന്നെ ജോയിൻ ചെയ്തതിന്റെ വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. സെപ്റ്റംബർ 10-ാം തീയതി അങ്ങനെ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് എന്താ പറയാ, തുല്യതയില്ലാത്ത സമ്പൂർണമായ ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ആൾക്കാർ അത് ചെയ്യാൻ. നമ്മൾ ഒരുപാട് സമയവും എഫേർട്ടും പണവും ഒക്കെ നമ്മൾ അനാവശ്യമായി ചെലവഴിച്ചുകൊണ്ടിരിക്കും, ഒരു കാര്യമില്ലാതെ. ഞാൻ മനസ്സിലാക്കുന്നത് ട്രഷറൊക്കെ അനുഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലക്ഷക്കണക്കിന് രൂപ സേവ് ചെയ്യാൻ പറ്റും. ഭാവിയിൽ വരാൻ പോകുന്ന കുറെ അസുഖങ്ങൾ ഇല്ലാണ്ടാക്കാൻ പറ്റും, കുറെ കുടുംബ കലഹങ്ങൾ ഇല്ലാണ്ടാക്കാൻ പറ്റും.
യഥാർത്ഥത്തിൽ നമ്മൾ സന്തോഷം തിരഞ്ഞാണ് ഓടുന്നത്. ആ സാധനങ്ങളൊക്കെ നമുക്ക് ഓരോ നിമിഷം ആസ്വദിക്കാൻ പറ്റും. നിലവിലുള്ള അസുഖങ്ങൾ ഇല്ലാണ്ടാക്കാൻ പറ്റും. ഇതിനേക്കാൾ വലിയൊരു ഭാഗ്യം മറ്റൊന്നുമില്ല. അതുകൊണ്ട് എല്ലാവരും അത് അനുഭവിക്കുക. അതുപോലെ ഈ മാസം തന്നെ 25-ാം തീയതി നമ്മൾ തായ്ലാൻഡിലോട്ട് പോകുന്ന ട്രഷർ ടീമിന് ഒരു യാത്രയായിട്ടുണ്ട്. ആ ഒരു പ്രോഗ്രാമിന്റെ ഒരു പോസ്റ്ററും സാധനം നിങ്ങൾക്ക് എത്തും. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും, ഞാൻ ഉൾപ്പെടെ തായ്ലാൻഡിലോട്ട് പോകുന്നുണ്ട്. ട്രഷറിന്റെ ഒരു സന്തോഷം പങ്കിടാൻ വേണ്ടി ഒരു കൂട്ടായ യാത്ര, ഒരു സ്നേഹോഷ്മളമായി ഒരുമിച്ച് ഒരേ വൈബുള്ള ആൾക്കാർ ഒരുമിച്ച് തായ്ലാൻഡിലോട്ട് പോകുന്നുണ്ട്. അതിന് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരും. അതേപോലെ തന്നെ തായ്ലാൻഡിലോട്ട് പോകുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ ഒക്കെ ബ്ലെസ്സിങ് കൊടുക്കണം, അനുഗ്രഹം കൊടുക്കണം. അതിനൊക്കെ വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ പ്രോഗ്രാം 25-ാം തീയതി, ഓഗസ്റ്റ് 25-ാം തീയതി നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതിലും എല്ലാവരും പങ്കെടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഇനി മണി മത്സരത്തിൽ പങ്കെടുത്ത ഒത്തിരി ആൾക്കാരുണ്ട്. അവർക്ക് ഇനി വേണമെങ്കിൽ 1-2 വാക്ക് സംസാരിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ദിവസത്തിലോട്ട് വേണമെങ്കിൽ മാറ്റാം. എരിവൺ സാർ ആരെങ്കിലും സാറേ എൻ്റെ പ്രീതു എന്നാണേ, ഞാൻ മുണ്ടക്കയത്തു നിന്നാണ്, കോട്ടയം. ഉം. സാറേ ഞാൻ ഇതിനകത്തോട്ട് വരാനായിട്ട് കാരണക്കാരിയായത് എൻ്റെ ഒരു കൂട്ടുകാരി ചേച്ചിയായിട്ടുള്ള കൃഷ്ണകുമാരി ചേച്ചിയാണ്. ചേച്ചി എന്നോട് കുറേ നിർബന്ധിച്ചെന്ന് പറഞ്ഞാൽ കുറേ തവണ എന്നോട് പറഞ്ഞു. എനിക്ക് ഒരുപാട് ഫിനാൻഷ്യലായിട്ട് ഒരുപാട് പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ചേച്ചി ഇങ്ങനെ കുറേ പറഞ്ഞു, നീ ഇങ്ങനെ ഹാപ്പി പാർക്കിന്റെ ഒരു പ്രോഗ്രാം ഉണ്ട്, അതൊന്ന് കേക്ക് നിനക്ക് ഒത്തിരി മാറ്റങ്ങൾ വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ അതൊന്നും മൈൻഡ് ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ അങ്ങനെ കുറേ പ്രാവശ്യം പറഞ്ഞപ്പോൾ ഞാൻ ഒന്ന് കയറി നോക്കാം എന്നോർത്ത് മെഡിറ്റേഷന് കയറി കഴിഞ്ഞപ്പം കുറേ തവണ മെഡിറ്റേഷൻ എല്ലാം കൂടി കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ തോന്നി മണി മൈൻഡ് സെറ്റിൽ പങ്കെടുക്കണത്. അപ്പം ചേച്ചിയോട് പറഞ്ഞു ഞാൻ പൈസ തരാമെന്ന് പറഞ്ഞ് ചേച്ചി എനിക്ക് പൈസ തന്നു. അപ്പം ഞാൻ ഇതിനകത്ത് മണി മൈൻഡ് സെറ്റിൽ പങ്കെടുത്തു. എനിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട് സാറേ. ഇപ്പം എനിക്ക് എൻ്റെ വീടിൻ്റെ പണി എനിക്ക് ഒരുപാട് നാളായിട്ട് മുടങ്ങി കിടക്കുമായിരുന്നു പഞ്ചായത്തിൻ്റെ. അപ്പോൾ അത് പഞ്ചായത്തിൻ്റെ വേണ്ടി ഞാൻ അതിന് ഒരുപാട് നാൾ പുറകെ നടന്നു. പക്ഷെ എനിക്കിപ്പോൾ ആ പൈസയൊക്കെ എനിക്ക് റെഡിയായി. വീട് പണി എനിക്ക് വീണ്ടും ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ എനിക്ക് ഒരുപാട് ഇപ്പം ഞാൻ പൈസയുടെ കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് എവിടെന്നെങ്കിലുമൊക്കെ അതിനുള്ള ഒരു വഴികൾ തെളിഞ്ഞു വരുന്നുണ്ട്. പിന്നെ എൻ്റെ മൈൻഡൊക്കെ ഒരുപാട് ക്ലിയർ ആയി. ഒരുപാട് അസുഖങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് അതൊക്കെ കുറേയൊക്കെ എനിക്ക് മാറുന്നുണ്ട്. പിന്നെ എനിക്ക് ഒരുപാട് ദേഷ്യം വരുമായിരുന്നു, അതൊക്കെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറ്റും എന്നുള്ളൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ട്. അല്ലെങ്കിൽ ഞാനിങ്ങനെ ആരോടും അങ്ങനെ അധികം സംസാരിക്കാൻ തോന്നത്തില്ല. എനിക്ക് മറ്റുള്ളവരുടെ അടുത്തൊന്നും ഇങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കണം, അങ്ങനെയുള്ളൊരു മൈൻഡൊക്കെ ആയിരുന്നു. ഇപ്പം അതിൽ നിന്നൊക്കെ ഒത്തിരി മാറ്റങ്ങൾ വരുന്നുണ്ട്. എനിക്കിനി ഇതിനകത്ത് കണ്ടിന്യൂ ചെയ്ത് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പിന്നെ എനിക്കെന്തോ ഈ ഹാപ്പി പാർക്കിനോട് എനിക്കിപ്പോൾ ഒരുപാട് നന്ദിയുണ്ട്. അത്രത്തോളം എനിക്ക് മാറ്റങ്ങൾ അനുഭവിക്കാൻ പറ്റുന്നുണ്ട് സാറേ ഇപ്പോൾ. സന്തോഷം. ഏതായാലും എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഈ ഒരു സന്തോഷം എല്ലാവരോടും സ്പ്രെഡ് ചെയ്യുക, ഒന്നും പിടിച്ചു വെക്കരുത്. നമുക്കറിയുന്ന ഒരു കാര്യം, എനിക്ക് അറിയാവുന്നവരോടെല്ലാം ഞാനിത് പറയാൻ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് സാറേ. കാരണം എനിക്ക് അതുപോലെ മാറ്റങ്ങൾ എനിക്ക് അനുഭവിക്കാൻ പറ്റിയതെന്ന്. എൻ്റെ വീടിന്റെ പണിയുടെ ആ ഒരു ഇത് മാറുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ ഓർത്ത് ഞാനത് ഇനി വിട്ടാലോ എന്ന് വരെ ഞാൻ ഇരുന്നതാണ്. പക്ഷെ എനിക്കത് ഈ ക്ലാസ്സിന് പങ്കെടുത്ത ഏകദേശം ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അവിടുന്ന് വിളി വന്നു, നിങ്ങളുടെ വീടിന്റെ പണിയുടെ ബാക്കി പൈസ എല്ലാം റെഡി ആയിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് അത് കിട്ടുമെന്ന് പറഞ്ഞിട്ട്. അത് തന്നെ എനിക്ക് വലിയൊരു സന്തോഷമാണ് സാറേ. ഗുഡ്. അത് ഒരു അത്ഭുതം എന്നല്ല അതിന് പറയേണ്ടത്. അവരുടെ ചിന്താഗതിയും ഫ്രീക്വൻസിയും ഉയർന്നപ്പം പ്രപഞ്ചത്തിൽ നിന്ന് അതിനനുസരിച്ച് റിവാർഡ് വന്നു. നമ്മുടെ ഉള്ളിൽ ഞാനൊരു പാവപ്പെട്ടവനാണ്, എനിക്കൊന്നും കഴിയില്ലേ, ഞാനൊരു ഒരു പരാജയമാണ് എന്നൊക്കെ നമ്മളുടെ ഉള്ളിൽ നമ്മൾ ചിന്തിക്കുകയും ആ ഒരു വൈബ് സംപ്രേഷണം ചെയ്യുമ്പോൾ നമുക്ക് പണം തരാനോ സഹായിക്കാനോ ഒരാൾക്ക് തോന്നൂല. അതാണ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. ഈ പങ്കെടുത്താലുള്ള ഒരു മാറ്റത്തിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. യെസ്, ആരാണ്? സാറേ നമസ്കാരം, ഞാൻ വടകരയിൽ നിന്ന് ഷിജിനിയാണ് സംസാരിക്കുന്നത്. സാറേ ഞാൻ ഇതേപോലെ തന്നെ ഒരാൾക്കൊരു പൈസ കൊടുത്തിട്ട് വളരെ ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയമാണ്. നമ്മളെ വീടൊക്കെ വെക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു സമയത്താണ് ഞാൻ ഈ ക്ലാസ് കാണുന്നത്. അതും നമ്മളൊരു ഈ വീടിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരാളെ കണ്ട് പരിചയപ്പെട്ടതാണ്. ഈ വടകരയുള്ള ഒരു പ്രവീൺ എന്ന് പറയുന്ന ഒരാളെ. അപ്പൊ അവര് മുഖാന്തരാണ് ഞാൻ ഈ ക്ലാസ്സിൽ പങ്കെടുത്തത്. അപ്പൊ അവരെന്നോട് എപ്പോഴും പറയൂ, ടെൻഷൻ അടിക്കണ്ട, ഈ ക്ലാസ് ഒന്ന് കണ്ടു നോക്കുമെന്ന് പറയും. അപ്പൊ നമ്മളേക്ക് എന്ത് ക്ലാസ്, നിങ്ങൾക്ക് ക്ലാസ് ഒന്നും കാണണ്ട, മൈൻഡും കാര്യങ്ങളൊന്നും ഇറക്കിയിട്ട് നമ്മൾ ഒരുപാട് വിഷമത്തിൽ നിൽക്കുമ്പോൾ അതൊന്നും കേൾക്കാൻ പറ്റൂല എന്നാണ്. അങ്ങനെ ഇവരെന്നെ 6:30ക്ക് വിളിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കാണുമെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിർബന്ധിക്കും. അങ്ങനെ ഒരു ദിവസം ഇവരെ കുറേ പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് അവർ ലിങ്ക് അയച്ച് ലിങ്കിൽ കയറി. അപ്പൊ ആദ്യം ഒന്നും എന്തെന്നാന്ന് പോലും നമുക്ക് മനസ്സിലാവുന്നില്ല. കാരണം നമ്മളെ മൈൻഡൊക്കെ വേറെ പലതിലാണ്. കാരണം വലിയൊരു പൈസ ഒരാൾക്ക് കൊടുത്തിട്ട് അവര്
ഇപ്പൊ നമ്മളെ ഫോൺ പോലും എടുക്കുന്നില്ല, ബ്ലോക്ക് ആക്കിയിട്ടുള്ളത്, കേസുമായിട്ട് നടക്കുകയാണ്. അങ്ങനെ അവരെന്നോട് പറഞ്ഞ് ഞാൻ സാറിന്റെ ക്ലാസ് 2-3 ക്ലാസ് ഫസ്റ്റിൽ തന്നെ 6:30 ക്ലാസ് കയറും, പിന്നെ അത് ഡെയിലി ആയി. അങ്ങനെ ഈ മണി മൈൻഡ് സെറ്റിന്റെ ക്ലാസ്സിൽ അവര് തന്നെ എന്നോട് പറഞ്ഞ് നീ കാണുമെന്ന് ഉള്ള ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ ആ പൈസ അടക്കാന്ന് പറഞ്ഞിട്ട് അവര് തന്നെ പൈസ അടച്ചിട്ട് എന്നെ ഈ ക്ലാസ്സിലേക്ക് എത്തിച്ചതാണ്. ക്ലാസ് കണ്ടോക്കുമ്പം എന്താ പറയാ, നമ്മളെ മൈൻഡൊക്കെ മാറി. എപ്പോഴും സങ്കടത്തിലാണ്, എപ്പോഴും എന്താ പറ്റുമോ, എങ്ങനെ മുന്നോട്ട് പോവും, ഇവര് പൈസ തന്നിട്ടില്ലെങ്കിൽ. കാരണം എനിക്ക് അത്ര വലിയ ജോലിയൊന്നുമല്ല, ചെറിയ ശമ്പളം കൊണ്ട് പോകുന്ന ഞാനാണ്. അപ്പൊ അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്താണ് എനിക്ക് ഈ ക്ലാസ് കിട്ടിയത്. ക്ലാസ് കൊണ്ട് വളരെ ഉപകാരമാണ്. ഗുഡ്, സന്തോഷം. ഒരു കാര്യം ചെയ്യാം, ഈ യാത്രയിൽ തുടരുക, ഒരിക്കലും നിർത്തിപ്പോകരുത്. നിങ്ങളെ കൂടെ ആ ക്ലാസ് ഉണ്ടാവും. ആവർത്തിച്ച് കേട്ട് അതിൽ ആക്ടിവിറ്റി ചെയ്ത് നമ്മുടെ അന്തരാത്മാവിലോട്ട് ആ ക്ലാസ്സിനെ പതിപ്പിക്കുക. എന്നിട്ട് ട്രഷറൊക്കെ ജോയിൻ ചെയ്യാനുള്ള ഒരു താല്പര്യം കൂടി അല്ലെങ്കിൽ ഒരു തീരുമാനം കൂടി എടുക്കുക. നമ്മൾ തീരുമാനിച്ചാൽ പ്രപഞ്ചം അതിനനുസരിച്ച് നമുക്ക് വഴി തെളിച്ചു കാണിച്ചു തരും. നമ്മൾ ടെൻഷനായിരിക്കാൻ തീരുമാനിച്ചാൽ ടെൻഷൻ കൂടാനുള്ള വഴിയും തെളിച്ചു കാണിച്ചു തരും. സോ ഗോ അഹെഡ്, മുന്നോട്ട് പോവാം. പേരെന്തായിരുന്നു? ഷിജിന. ഓക്കെ. വൺസ് അഗൈൻ ഐ സേ താങ്ക്സ് ടു യു ആൻഡ് ഓൾ ഓഫ് യു. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നമുക്ക് സമയം ഒത്തിരി വൈകി, നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ബാക്കി ഉള്ള ആൾക്കാർക്കൊക്കെ വേണമെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ സംസാരിക്കാം. എല്ലാവരും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും സഹോദരങ്ങൾക്കും ഒക്കെ ഇതിന് സന്ദേശം എത്തിച്ചു കൊടുക്കുക. അതേപോലെ അടുത്ത ഞായറാഴ്ച കോഴിക്കോട് വെച്ച് EFTയുടെ അഡ്വാൻസ് പ്രോഗ്രാം നടക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടു കാണും, ഒരു പരസ്യമോ പബ്ലിസിറ്റി ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ടോക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ തന്നെ ഏകദേശം നമ്മുടെ ആൾക്കാരൊക്കെ അത് ഫുള്ളായില്ലേ? എന്തോ എൻ്റെ അവസ്ഥ? ഇനി ആരെങ്കിലും പ്രവേശനം ഉണ്ടോ അതിൽ? 11 സാറുണ്ടോ ഇതിൽ? ഏകദേശം ഫുള്ളായിട്ടുണ്ട്. അപ്പോ ഇനി എന്താ പറയാ, ഈ രൂപത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ആവുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൾക്കാർക്കുണ്ടാവുന്ന മാറ്റം തന്നെ, മനുഷ്യർക്കുണ്ടാവുന്ന മാറ്റം തന്നെ. ഈ മാറ്റത്തിന് കാരണം സത്യസന്ധമായ ജനുവിനായ, കാരണം മനുഷ്യരെല്ലാവരും ഒന്നാണ്, ഒരുപോലെയാണ്. അതുകൊണ്ട് എല്ലാവർക്കും മാറ്റം ഉണ്ടാവും. ശരീരത്തിനും മനസ്സിനും അപ്പുറത്തോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ മാറ്റം സുനിശ്ചിതമായിട്ടുണ്ടാവും. സോ മുഴുവൻ ആൾക്കും നന്ദി അറിയിക്കുന്നു. നമുക്കൊരു വീഡിയോ പ്ലേ ചെയ്യാനുണ്ട്. അതുപോലെ മണി മൈൻഡ്സിലൊക്കെ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ മുഴുവനും ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഈ പങ്കെടുത്ത മുഴുവൻ ആൾക്കാരും നിങ്ങളുടെ സുഹൃത്തുക്കളോടൊക്കെ ഇതൊന്ന് പങ്കെടുക്കാൻ വേണ്ടി പറയും. ഇതിന് വലിയ ചെലവൊന്നുമില്ല, ചെലവ് വളരെ കുറവ്. നേട്ടമാണെങ്കിൽ ഹലോ, പറയൂ. സർ, ഇത് രത്നമണിയാണ്. പറയൂ രത്നമണി, പറയൂ. തായ്ലൻഡിലേക്ക് സാറിന് കൂടെ പോവാൻ താല്പര്യമുള്ളവർ ഇനി ഉണ്ടെങ്കിൽ ടിക്കറ്റ്സ് ഉണ്ട്. ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ വരാം. അത് ട്രഷറിന്റെ ഗ്രൂപ്പിലാണ് പറയേണ്ടത്, പബ്ലിക് ആയിട്ടല്ല. ട്രഷറിലെ ആൾക്കാരോട് മാത്രമാണ്, ട്രഷറിലാണ് അത് സംഭവിക്കുന്നത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ട്രഷറിലാണ് ചർച്ച ചെയ്യേണ്ടത്. ശരി, അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇന്നത്തെ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. മുഴുവൻ ആൾക്കും നന്ദി അറിയിക്കുന്നു. അതായത് എനിക്ക് തോന്നുന്നത് രത്നമണിയുടെ എന്തോ ഒരു അന്ന് പോകാൻ പറ്റാത്ത എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ട് അവർക്ക് പകരമായിട്ട് ആർക്കെങ്കിലും പോരാന്നുള്ളതാണ്. ട്രഷറിലൊന്ന് പറയാം കേട്ടോ. അതല്ലാതെ പബ്ലിക്കായിട്ട് ആരും നമ്മൾ കൊണ്ടുപോകുന്നില്ല, ട്രഷറിലെ ആൾക്കാരെ മാത്രമേ കൊണ്ടുപോകൂ. ശരി, അപ്പം മുഴുവൻ ആൾക്കാർക്കും നന്ദി അറിയിക്കുന്നു. സമയം വൈകിയത് കൊണ്ട് നമുക്ക് വീഡിയോ പ്ലേ ചെയ്യിക്കാം. ഓക്കെ, താങ്ക് യു.